എൻ്റെ കൂട്ടുകാരന്മാർക്ക് എനിക്ക് മാനസിക രോഗം എന്ന് വരെ പറഞ്ഞു. ഡാൻസ് കിടക്കുന്നത് മണ്ടനാണ്. എൻ്റെ കൂടെ പഠിച്ച അവളുടെ കല്യാണമാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞാ തെളിയോ. കാസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി കൊള്ളാമല്ലോ, നമുക്കും കുറച്ച് സ്ഥലങ്ങളിൽ വാതിൽ തുറക്കാൻ പറ്റും. അരുൺ ചേട്ടൻ വാഴയിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും അന്ന് എനിക്ക് ഷൂട്ട് ചെയ്ത ഭയങ്കര ടെൻഷനായിരുന്നു. അസീസ് നെൽപ്പങ്ങാട് ചെയ്ത സാധനം അവിടെ കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ കാണുക. ഞാൻ ഇത് കണ്ടോടെ എൻ്റെ കോൺഫിഡൻസ് അസീസ് എന്തോ അസാധ്യമായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന അറിയാം. കൂടുതൽ വൈറാവുന്ന സാധനമാണ് പത്മിനിയിലെ രാജസേനൻ മുതലാളി. കോവിഡ് വരാൻ നേരത്തെ ഏകദേശം ഒരു 10, 30, 35ഓളം കല്യാണങ്ങൾ ബുക്കിംഗ് ഉണ്ട്. ഓ അരുൺ സോൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. കാരണം ഒരുപാട് മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഡിസൈനർ എന്നുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് ഇന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ വരെ ആയി നിൽക്കുന്ന അരുൺ സോൾ. വെൽക്കം ടു ടൗൺ ഹൗസ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളുടെ ഈ യാത്ര ഒരു ഡിസൈനർ എന്നുള്ള ആ ഒരു തൊഴിലിൽ നിന്നും ഇന്ന് സിനിമാ മേഖലകളിൽ വളരെയധികം തിരക്കുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിലോട്ട് വന്നു, അതിനിടയ്ക്ക് പ്രൊഡ്യൂസറായി. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാനുള്ളത്? ഇത് പറയാനുള്ളത്, നമ്മുടെ മനസ്സിലുള്ള കുറച്ച് സ്വപ്നങ്ങളുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹം, അതിനു വേണ്ടിയുള്ള അലച്ചിലാണ്. അതാണ് എനിക്ക് മെയിൻ സിമ്പിളായിട്ട് പറയാനുള്ള അതാണ്. അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്ക്, അതിനു വേണ്ടിയുള്ള ഓട്ടം. ഇപ്പോഴും ആ പ്രൊഫഷൻ വിട്ടിട്ടില്ല. ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ആ പ്രൊഫഷൻ വിട്ടിട്ടില്ല. നമ്മൾക്ക് ആഹാരം കഴിക്കാനുള്ള സംഭവം വേണ്ടേ. ഫോട്ടോഗ്രാഫിയാണ് എന്നെ നമ്മൾ ഇതുവരെ എത്തിയത്. പക്ഷേ നമ്മൾ ആദ്യമേ സിനിമയിൽ ആണ് സ്വപ്നം. സിനിമയിലെത്തുക, സിനിമ ചെയ്യുക എന്നാണ് എത്തും. അത് എൻ്റെ വീടിനടുത്തൊരു വീഡിയോഗ്രാഫറുണ്ട്, വിൻസി എന്ന് പറയും, വിൻസി ലോപ്പസ്. ഇപ്പോൾ ക്യാമറ അങ്ങനെ ഒരുപാട് സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട്, കല്യാണത്തിന് അസിസ്റ്റൻ്റായിട്ട് മറ്റേ VHS ക്യാമറ. അതെ. അപ്പോൾ അത് ഈ VHS ക്യാമറയാണ്. അതിൽ ലൈറ്റ് പണ്ടത്തെ പോലെ ഹാലജനൊക്കെ പിടിച്ച് ലൈറ്റ് ബോയ് ആയിട്ടാണ് വരുന്നത്. അത് സിനിമയിൽ അത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു. അതാണ് പുള്ളിയെ കണ്ടിട്ട് പുള്ളിയുടെ ഏതെങ്കിലുമൊക്കെ സെറ്റിൽ കൂടെ പോവുക എന്നൊക്കെ ഉള്ള. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ ഡിസൈനിങ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം എൻ്റെ ഒന്ന് ഈ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പുള്ളിക്ക് മാത്രമേ കമ്പ്യൂട്ടറുള്ളൂ, ടോബി. ആ കാലത്ത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരുപാട് മുമ്പാണ്. അപ്പം പുള്ളിക്ക് മാത്രമേ കമ്പ്യൂട്ടറുള്ളൂ. അപ്പം പുള്ളിയുടെ നിന്നാണ് എനിക്ക് ഫോട്ടോഷോപ്പ്, പുള്ളിയാണ് എനിക്ക് പഠിപ്പിച്ചിരുന്നത്, ടോബി എന്ന് പറയും. എനിക്കൊന്ന് അഡോബ് ഫോട്ടോഷോപ്പ് 5 ആണ്ടാണ് പുള്ളിയാണ് പഠിപ്പിച്ചു തരുന്നത്. അന്ന് ഡിസൈനിങ് ഈ ലൈറ്റ് ബോയിങ് കൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ അപ്പോഴാണ് ഈ കല്യാണ ഫോട്ടോഗ്രാഫിയിൽ കുറേ മാറ്റങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ ഈ ടോബിയും, എനിക്ക് കുറച്ച് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഈ കൂട്ടുകാരന്മാർ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കൂട്ടുകാർ. ഇപ്പോൾ ടോബി ആയാലും ഇവരൊക്കെ ഭയങ്കര. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ കല്യാണ ഫോട്ടോഗ്രാഫി എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണം. അങ്ങനെയാണ് ഈ അഡോബ് ഫോട്ടോഷോപ്പിലോട്ട് ഫോട്ടോ കട്ട് ചെയ്ത്, അന്നൊക്കെ ഇതിനൊക്കെ മുമ്പ് ആൽബങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റേ സ്പ്രേ ഗണ്ണൊക്കെ വെച്ച് ചെയ്ത് ഫോട്ടോ കട്ട് ചെയ്തൊക്കെ ഒരു പരിപാടി, അതെ, അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പം ടോബിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതിന് ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ഔട്ട് ഉണ്ട്, അപ്പോൾ ഇതിനകത്ത് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഇത് പ്രിൻ്റ് ചെയ്യാം. നമ്മൾ എനിക്കൊന്ന് അന്ന് ഇവിടെയൊന്നും ആ ഡിജിറ്റൽ പ്രിൻ്റ് ഔട്ട് ഇല്ല. തമിഴ്നാട്ടിലാണ്ടാണ്, ഫോട്ടോ പാർക്കിൻ്റെ തമിഴ്നാട്ടിൽ കണ്ടാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽബത്തിലെ ഫസ്റ്റ് പേജ്, അന്ന് ഭയങ്കര വലിയ വർക്കുകളിൽ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും, ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിങ് പേജ്, അങ്ങനെ 3 ഷീറ്റ് അത് ഡിജിറ്റൽ. അത് നമ്മൾ പക്ഷേ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്തപ്പോഴാണ് അത് ക്ലിക്കായി. അപ്പം എനിക്ക് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്തുനിന്ന് മാത്രമല്ല, കൊല്ലത്തുനിന്ന്, എറണാകുളത്തുനിന്നാണ് എനിക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഇത് എടുത്തിട്ട് ഡിജിറ്റൽ ചെയ്ത് അവർക്ക് പ്രിൻ്റ് ഔട്ട് എടുത്താണ് കൊടുക്കുന്നത്. പണി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ അതിലൊരു സംഭവം, നമ്മളിപ്പോൾ എന്തൊരു സാധനം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൽ അട്രാക്ട് ചെയ്യും, നമുക്ക് തിരക്കി വരും. അതാണ് അത് ഞാൻ എപ്പോഴും ഇന്ന് സാധനം ചെയ്യുന്നില്ലാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ ഡിസൈനിങ് കണ്ട ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് വർക്ക് തന്നെ. അപ്പോൾ ഞാൻ ഒരാളെ വെച്ച്, 2 ആളെ വെച്ച്, 3 ആളെ വെച്ച് അങ്ങനെ. അപ്പോൾ ഈ ഡിസൈനിങ് എനിക്ക് കമ്പ്യൂട്ടറൊന്നും ഇല്ല. ഒന്ന് സ്വന്തമായിട്ട് കമ്പ്യൂട്ടറൊക്കെ വാങ്ങുമെന്ന് ഞാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോഴാണ് എനിക്ക് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ അശ്വതി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ കയറുന്നത്. പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അവിടുത്തെ ഡിസൈനിങ്
പിന്നെ ഞാൻ അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ ഫോട്ടോ റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത്, മറ്റേ ഈ പഴയ ഫോട്ടോ പുതിയതായ restore ചെയ്യാം. അത് തുടങ്ങി. അത് ഇന്നിപ്പോ എത്രയോ ടെക്നോളജികൾ വന്നു, അന്ന് അത് വളരെ ബുദ്ധിമുട്ട്, ഓരോ പോയിന്റും അല്ലെ. ഇന്നിപ്പോ ChatGPT പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡിൽ വരും. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നൊക്കെയാണ് ഓരോ പടങ്ങൾ. അതെ, ചിലര് കൊണ്ടുവന്ന് തരുമ്പോ നമുക്ക് വിഷമം തോന്നും, ഓ അവിടെ ഇതെങ്ങനെ ചെയ്യുന്നുള്ള അല്ലെ. ആ കാലഘട്ടത്തില് ഭയങ്കര ഈ ചില ആളുകളൊക്കെ ഉണ്ട്, അത് അവരുടെ അച്ഛൻ പകുതി പോയിട്ടുണ്ട്, ചില ആളുകളുടെ ബോഡി പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യണമെന്നൊക്കെ പറയും. നമ്മൾ വേറെ ആളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ബോഡിയൊക്കെ എടുത്ത് വെച്ച് ഇൻസർട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അവിടുന്ന് നേരെ ഫോട്ടോഗ്രാഫിയിലോട്ട് വന്നു. ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോഗ്രാഫി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ വന്ന് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കാൻ പോകുന്നു, പിന്നെയും കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നു. ഇതിങ്ങനെ ഒരു 4-5 വർഷം ചെയ്തപ്പോൾ നമുക്ക് തന്നെ അങ്ങ് മടുപ്പായി. പിന്നെ നമ്മൾ രാത്രി കിടന്നൊക്കെ ഉറങ്ങുമ്പോൾ ഈ റീകോപ്പി ചെയ്ത് അപ്പാപ്പന്മാരെ ഫോട്ടോ ഒക്കെയാണ് കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് ഞാൻ ഈ റൂമിനകത്ത് തന്നെ ഇരിക്കും എന്ന് വെച്ചാൽ വെളിയിൽ ഒരു പോകാനൊന്നും പറ്റുന്നില്ല. ഇഷ്ടംപോലെ വർക്കുണ്ട് കേട്ടോ, നമുക്ക് ആവശ്യംപോലെ വർക്ക്. അങ്ങനെയാണ് ഞാൻ അശ്വതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്യാമറ റെൻ്റ് എടുത്തുകൊണ്ട് വന്നത്. എനിക്കൊന്ന് ഈ പട്ടത്തുള്ള രഞ്ജ് സ്റ്റുഡിയോയിൽ മനോജേട്ടൻ്റെ എന്നാണ് ഞാൻ റെൻ്റ് എടുത്തുകൊണ്ട് ക്യാമറ റെൻറ്റിന് എടുത്തുകൊണ്ട് പോയി. വീഡിയോ ആണ് ആദ്യം തുടങ്ങുന്നത്, ഫോട്ടോ അല്ല, വീഡിയോ. അതെ, എൻ്റെ കൂടെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച അവളുടെ കല്യാണമാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ലൈറ്റ് അസിസ്റ്റൻ്റൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറയുന്നു, അവരൊത്തിരി നല്ല ടീമാണ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നിൻ്റെ കല്യാണം ഞാൻ എടുക്കാം. അപ്പോൾ എടാ തെളിയോ, എനിക്കൊരു നീ എനിക്ക് വിശ്വസിച്ചിട്ട്, ഞാൻ ലൈറ്റ് അടിക്കാനൊക്കെ അല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ നീ എനിക്ക് തരാൻ പറഞ്ഞു. അവളെന്തോ ധൈര്യമായിട്ടാണ് എന്നെ ഒരു വലിയ സ്റ്റുഡിയോയിൽ അശ്വതിയിലൊന്നും വിട്ടില്ല, എനിക്ക് തന്നെ വർക്ക് തന്നു. ഞാനങ്ങനെ ആദ്യമായിട്ട് വർക്ക് എടുക്കുന്നു. അപ്പോൾ അത് എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോയി നമ്മളവിടെ വയലിലൊക്കെ കൊണ്ടുപോയി സ്ഥിരം പാറ്റേണൊക്കെ വിട്ട് ഒരു സോങ് പോലെ അവിടെ ഒരു അവസരമല്ലേ ഈ ഒരു സോങ് പോലെയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പാട്ട് ആ ഏരിയയിലൊക്കെ ഭയങ്കര ക്ലിക്കായി. അങ്ങനെയാണ് കല്യാണ ഫോട്ടോഗ്രാഫിയിലോട്ട്. വീഡിയോ പിന്നെ ഞാൻ പറഞ്ഞ ഇത് കൊണ്ട് എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് ഒരു പ്രശ്നം വന്നു. അങ്ങനെ കുറച്ചും കൂടെ സിമ്പിളായിട്ടാണ് ഫോട്ടോഗ്രാഫിയിലോട്ട് വന്നത്. ഒരു സത്യം പറഞ്ഞ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഫോട്ടോഗ്രാഫിയിലോട്ട് ഇത്രയും കിടന്ന് കഷ്ടം. മറ്റേ വീഡിയോ അത്രയും ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. പിന്നെ ഫോട്ടോഗ്രാഫിയിലോട്ട് വന്നപ്പോൾ കാൻഡിഡ് ഫോട്ടോഗ്രാഫിയുടെ ഒരു സമയമൊക്കെ വന്നു. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി മൊത്തം ഡിജിറ്റൽ ആൽബം വന്നു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റി. അവിടുന്ന് അടുത്ത ഒരു ഘട്ടത്തിലോട്ട് അതെ, ഇത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ ആൽബത്തിലോട്ട് വരാൻ നേരത്ത് ഭയങ്കരമായിട്ട് നമുക്ക് വർക്കുകൾ വന്നു തുടങ്ങി. ഇപ്പോ ഫ്യൂജിയുടെ ഞാൻ ഫ്യൂജി അംബാസഡറാണ്. അതായത് അങ്ങനെ ഇപ്പോൾ ഡിജിറ്റൽ ആൽബം ഒരുപാട് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും ബോംബെയിലും ഒക്കെ പോയി വർക്ക് ചെയ്തു. ഇന്ത്യക്ക് പുറത്ത് വരെ നമ്മൾ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദുബായിലൊക്കെ പോയി വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി കല്യാണ ഫോട്ടോഗ്രാഫി. അപ്പം എനിക്ക് നല്ല ടീം ഉണ്ടായിരുന്നു, നല്ലൊരു ടീം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിഹാസയുടെ ഡയറക്ടർ ബിനുവസ്, ഇതിഹാസയുടെ ക്യാമറമാൻ സിനോജ്. ആദ്യത്തെ പടം ഇതിഹാസമായിരുന്നല്ലേ? ആദ്യം നമ്മുടെ ഈ സിനിമ എന്നെ പോലുള്ള കുറെ ആളുകൾ കൂട്ടുകാരെ എനിക്ക് കിട്ടുന്നു. നമ്മളിങ്ങനെ സിനിമകൾ കാണുന്നു, ലൊക്കേഷനിൽ പോലും പോയിട്ടില്ല. ഒരാളെ സിനിമകൾ കാണുന്നു, ഒരു സിനിമ എഴുതുന്നു, അത് വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ വർക്കിനിടയിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനിലൊക്കെ ചെയ്ത് അങ്ങനെ ആണ് ഞങ്ങൾ പറഞ്ഞേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇതിഹാസയുടെ പടം ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, 2-3 ഇംഗ്ലീഷ് സിനിമ വെച്ചിട്ടൊരു പുതിയ പടം നമ്മുടെ തന്നെ ഫ്രണ്ടിനെ കൊണ്ടൊക്കെ ബിനു എഴുതിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ബിനുവിനും ഉണ്ണിമുകുന്ദൻ്റെ വെച്ചൊരു പടം വരികയും അതിന് അഡ്വാൻസ് ഒക്കെ കൊടുക്കുക, ആ പടം നടന്നില്ല. അപ്പോൾ ഈ രാജേഷ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ രാജേഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ ആണ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഞാനാണ് രാജേഷ് ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ബിനുവിൻ്റെ പടം നടന്നില്ല, അവന് നല്ല ടാലൻ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിനുവിന്, അവൻ ചെയ്യും, എനിക്ക് അവനിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിഹാസ ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു പടമാണ്. അത് നമ്മൾ ആദ്യം 1 കോടി രൂപ വെച്ച് ചെയ്തു, പിന്നെ 2,30,00,000 രൂപ. പ്രൊഡ്യൂസറായിരുന്നു അല്ല, അതിൽ കോ പ്രൊഡ്യൂസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, കോ പ്രൊഡ്യൂസ് ചെയ്തു. 1 കോടി രൂപയിൽ തുടങ്ങി, അത് 2,30,00,000 രൂപകളായി. ആ സിനിമ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രവർത്തിച്ചവരും എല്ലാവരും. അത് ഭയങ്കര സക്സസ് ആയി. നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഷൈൻ ടോം ചാക്കോ, അനുശ്രീ, ബാലു വർഗീസ്, ഒരുപാട് പേര്, നോബിയൊക്കെ എനിക്ക് ഭയങ്കര ക്യാരക്ടർ. അതിലോട്ട് വരികയാണ്, നിങ്ങളുടെ ഒരു ടീം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് ഇതിഹാസയിൽ വന്നത്. ഇതിഹാസ കയറി അങ്ങ് അടിച്ചു.
അതിലൊരു ഞാൻ പറഞ്ഞില്ല, ഏതൊരു കാര്യവും ആത്മാർത്ഥമായിട്ടും ചെയ്ത അതിനകത്തൊരു സത്യസന്ധത ഉണ്ട്. മനസ്സിലായില്ല, ആ ഒരു സത്യസന്ധത ഒരു വിജയമാണ്. നമുക്ക് ഈ സിനിമ ഇപ്പോൾ കുറേ കല്യാണ പൊട്ടരാപ്പുറം ചെയ്യും. നമ്മൾ മലയാളത്തിൽ പല സിനിമാക്കാരുടെ അടുത്ത് ഈ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല സൂപ്പർ സ്റ്റാറുകളുടെ അടുത്തും പോയിട്ടുണ്ട്. അത് മമ്മൂട്ടി മോഹൻലാലിൻ്റെ അടുത്ത് ഒന്നല്ല, അല്ലാതെ ഉള്ള പല ഫേമസ് അവരാരും ഇത് എടുത്തില്ല. അവരെല്ലാം പറഞ്ഞ് ഈ കഥ കൊള്ളാം, പക്ഷെ ഞങ്ങൾ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ചെയ്യാം. ആരും നടക്കാതെ ആരും നടക്കാണ്ടതുകൊണ്ടാണ് നമ്മളെ കൂട്ടുകാരെല്ലാം അവിടെ ചേർന്ന് ചെയ്തത്. ഈ രാജേഷ് അഗസ്റ്റിനാണ് നമ്മളെല്ലാരെയും കൊണ്ടുവന്ന് സിനിമയിൽ ഇറക്കിയത്. കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരുന്നു അങ്ങനെ ഫിലിം ചെയ്യുക എന്ന് പറയുമ്പോൾ? എൻ്റെ കൂട്ടുകാരിലുള്ള ഒരു അവരുടെ ടാലന്റിലുള്ള ഒരു വിശ്വാസം അതാണ്. ഇതിപ്പോ എൻ്റെ ഈ പ്രൊഡ്യൂസർ എന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ട്, എൻ്റെ ആശാൻ്റെ അനിയനാണ്. ഞാൻ വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിൽ അനിയനാണ്. അപ്പം എനിക്ക് പുള്ളിയെ ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ എൻ്റെ കൂട്ടുകാരെയും വിശ്വാസമാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൊണ്ട് കണക്ട് ചെയ്യുന്ന ഞാനാണ്. ഇത് രണ്ടുപേരിലൊരു വിശ്വാസമുണ്ട്. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ മൊത്തം എനിക്കേ പേരുദോഷം വരുള്ളൂ. പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് ചെയ്തപ്പോൾ അത് വർക്കൗട്ടായി. അതാണ് സത്യം. ഏതൊരു കാര്യവും എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥതയും ചെയ്ത സത്യസന്ധമായിട്ട് ചെയ്തത് വർക്കൗട്ടാണ്. തീർച്ചയായും. അവിടുന്ന് സിനിമ ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിഹാസ ക്ലിക്ക് ആയതോടുകൂടി കുറച്ച് സാമ്പത്തികമൊക്കെ കിട്ടി. നമ്മളൊരു ഷോപ്പൊക്കെ തുടങ്ങി. ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ തുടങ്ങുന്നു, സോൾ ബ്രദേഴ്സ്. അങ്ങനെ തുടങ്ങുന്നു. അപ്പം കുറച്ച് നല്ല വർക്കായി. അപ്പോൾ പിന്നെ നമുക്ക് ഈ സിനിമ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അറിയാമല്ലോ. നമ്മൾ അവൈലബിൾ ആവുന്ന ഒരു സ്റ്റുഡിയോ. അതെ അതെ, ഒരുപാട് കല്യാണങ്ങൾ നമുക്ക് കേരളത്തിലുള്ള ഒരുപാട് സെലിബ്രിറ്റിയുടെ കല്യാണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് കല്യാണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വർക്ക് വന്നപ്പോൾ സിനിമ അങ്ങ് നിർത്തി. സിനിമ എനിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. പിന്നെ സാമ്പത്തികം അന്നൊരു വലിയ പ്രശ്നമായിരുന്നു. നമ്മൾ വളരെ ഇല്ലായ്മയെന്ന് വന്ന ഒരാളായതുകൊണ്ട് വളരെ പ്രശ്നമായിരുന്നു. അപ്പൊ സാമ്പത്തിക ഭദ്രതയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മളെ കഴിവൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് അതിൽ നിന്ന് എത്താൻ പറ്റുന്നൊരു സാധനമുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു മേഖലയിലോട്ട് പോയാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു 4 വർഷമെങ്കിലും നിൽക്കണം, എന്നാലേ അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഒരു അഭിനയമായാലും ഏറ്റവും കുറഞ്ഞത് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ നമ്മളൊന്ന് സെറ്റ് ആവും. പക്ഷെ ഒരു 3ഉം 4ഉമാണ് നമുക്കുള്ള ബെനിഫിറ്റ്. പക്ഷെ ഞങ്ങൾ 2014 ആ ഒരു പീക്ക് ടൈം ആയിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള സമയം കോവിഡ് ഒക്കെ വന്ന ഒരു ടൈമും അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സൂപ്പറായിട്ട് ചവിട്ടി പോയിട്ട് കോഡ് വന്നപ്പോൾ ചവിട്ടി അങ്ങ് നിൽക്കുന്നത്. സൈക്ലിംഗ് ആയിരുന്നു, അവിടെ അങ്ങ് നിന്നുപോയി. കാരണം 2014 to 2019 പറഞ്ഞാൽ അധികം ഓടാൻ നല്ല ഒരിതായിരുന്നു. കോവിഡ് നമ്മളെല്ലാരും തകർത്തെന്ന് തുടങ്ങി. അവിടുന്ന് എങ്ങനെയാ തിരിച്ച് ഇതിലോട്ട് കയറി വരുന്നത്? കോവിഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വരാൻ നേരത്തെ നമ്മുടെ കമ്പനിയിൽ ഏകദേശം 10-25ഓളം സ്റ്റാഫുണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ നിൽക്കുന്ന കമ്പനിയാണ്. കോവിഡ് വരാൻ നേരത്തെ ഏകദേശം ഒരു 10-30-35ഓളം കല്യാണങ്ങൾ ബുക്കിംഗ് ഉണ്ട്. അപ്പോഴാണ് കോവിഡ് വരുന്നത്. കംപ്ലീറ്റ് പൂട്ടിയില്ലേ. അതിനേക്കാൾ ഒരു കഴക്കൂട്ടത്തെ എൻ്റെ ഷോപ്പിരിക്കുന്ന ബിൽഡിങ്, ഈ പറയുന്ന ബിൽഡിങ്, അവിടെ ഹൈവേ വരുന്നു, ആ ബിൽഡിങ്ങും പോകുന്നു, മൊത്തത്തിൽ പ്രശ്നം. എനിക്ക് അതെല്ലാം കൂടെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടച്ചിടുന്നു, വർക്കുകളില്ല, കല്യാണമില്ല, കല്യാണം ഭയങ്കര ചെറുതാവുന്നു. 50 പേർക്ക് അല്ലെങ്കിൽ 20 പേർക്ക്. എൻ്റെ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 10 വർഷം 11 വർഷം ഒക്കെ 15 വർഷമൊക്കെ ഉള്ളവരുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവരെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുറേ ആളുകളൊക്കെ ഞങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലോട്ട് വിടുന്നു, പുറത്തു പോയവരുണ്ട്. അപ്പം ഞങ്ങൾ കോവിഡിന് ശേഷം ഭയങ്കര മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ വന്നു. എനിക്ക് ഭയങ്കര BP ഒക്കെ കൂടി. അപ്പോൾ അങ്ങനെ ഇരിക്കാന്ന് ഡോക്ടർ പറയുന്നു എന്തെങ്കിലും എൻ്റർടൈൻ ആയിട്ട് ചെയ്യണം, നമ്മളെ ആസ്വദിക്കണം. അതെ, എൻ്റർടൈൻ ചെയ്യണം. അങ്ങനെയാണ് ആ ഡോക്ടർ പറഞ്ഞതെന്നാണ്. ബോബി മോസസ് എന്നാണ് പറയുക, അനന്തപുരി ഡോക്ടർ. പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ പോയാൽ നിങ്ങൾ ജീവനോടെ ഇരിക്കുമല്ലോ, എന്തെങ്കിലും എൻ്റർടൈൻ, നിങ്ങൾ എൻഗേജ്ഡ് ആവണം. അല്ല കോവിഡ് വന്ന് ഇത് ഇനി എപ്പോൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഒരു വർക്കഹോളിക്കായിട്ട് ജീവിച്ചിരുന്ന ഒരാള് പെട്ടെന്നൊന്നും ചെയ്യാനില്ലാതിരിക്കുന്നതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭീകരമാണ്. ഈ എന്നെ സംബന്ധിച്ചിടത്തോളം സമയം ഭയങ്കര, ഞാൻ എല്ലാത്തിലും ഒക്കെ ചെയ്യും. എന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിലും പോയി തലയിടും. എല്ലാം അറിയാനൊക്കെ ഉള്ള ഇത് മെനക്കെട്ട് പോവും. ഒരു സാധനം ചെയ്യുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ആൽബം ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, മനസ്സിലായില്ല, ഇങ്ങനെ പല പല പരിപാടികളിലെല്ലാം പോയിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാത്തിലും പോകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇമ്പോർട്ടൻ്റ് ചെയ്താലേ അതിനൊരു സംഭവമുള്ളൂ. പക്ഷേ ഞാൻ ഫോട്ടോഗ്രാഫി വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ കൊടുത്തിരുന്നു. ഫോട്ടോഗ്രാഫി
നമ്മുടെ പ്രൊഫഷനാണ്. അതെ, അന്നും ഇന്നും ഫോട്ടോഗ്രാഫി, അതിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് ഞാൻ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്കൊരു ബേസ് ആയിട്ട് കിട്ടി. പക്ഷെ കോവിഡ് വന്നപ്പോൾ ഇത് മാറും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു, പക്ഷെ മാറുന്നില്ല. പിന്നെ ആഫ്റ്റർ കോവിഡ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയത് നമുക്ക് ക്യാമറ കൊണ്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അല്ലല്ലോ, വേറെ എന്തൊക്കെ ചെയ്യാം, സാധ്യതകൾ അന്വേഷിച്ചു. അതെ, അതിൻ്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഞാൻ കല്യാണം മാത്രമേ എടുക്കുള്ളൂ എന്നുള്ള ചിന്തയില്ലല്ലോ. അതല്ല, ആ സമയത്ത് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുകയും ചെയ്തു. അതെ, ആ സമയത്ത് ഭയങ്കരമായിട്ട് ആക്റ്റീവ്, അതില് കയറി വന്നവരാണ് ഞാൻ. പ്രീമിയർ പത്നിയൊക്കെ ആ സമയത്ത് നോബിച്ചേട്ടൻ്റെ ഒക്കെ ഒരുമിച്ച്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്തൊരു 250 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഓൾ കേരള. അപ്പൊ അവരെല്ലാം എൻ്റെ അതേ പ്രശ്നങ്ങളായിരുന്നു, എന്ത് ചെയ്യും എന്നൊക്കെ. അങ്ങനെ ഇരിക്കാൻ നടത്താണ് ഇപ്പൊ ഹരി തിരുമല ചേട്ടനൊക്കെ ഉണ്ട്, വേണ്ടത്തെ ഫോട്ടോഗ്രാഫേഴ്സ്. പുള്ളിക്കാരനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഈ ഗ്രൂപ്പിലേക്ക് കുറേ ലെജൻഡായിട്ടുള്ള ആളുകളെ കൊടുക്കുന്നു. എസ് കുമാർ സാർ വരുന്നു, ഷാജി കല സാർ വരുന്നു, TK രാജീവ് കുമാർ സാർ വരുന്നു, സംഗീശ്വൻ സാർ വരുന്നു, പിന്നെ ശരത് സാർ. പല മേഖലയിലുള്ള ആളുകൾ എന്നും വൈകുന്നേരം നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നു. 2-3 മണിക്കൂർ നമ്മളോട് സംസാരിക്കും. അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാത്തൊരു സമയമാണ്. ഇപ്പൊ എസ് കുമാർ സാറിനെയൊക്കെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടാണ്, ഇപ്പോഴും ഭയങ്കര കമ്പനിയാണ്. സാർ പറഞ്ഞു വെച്ചാൽ അരുൺ, ഞാനും ഇതെന്ത് ഭ്രാന്തായിരിക്കുമ്പോഴാണ് നിങ്ങളെ പരിപാടി. അപ്പൊ അവരവരുടെ കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഇതിനെയൊക്കെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലുണ്ട്. പലയിടത്തൊക്കെ പോകുമ്പോൾ പറയും, പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആ വീഡിയോകൾ കാണിക്കാറുണ്ടെന്ന്. എസ് കുമാർ സാറിന്റെ ഒക്കെ ആ വീഡിയോ ഞാൻ ഡോക്യുമെന്റ് ആക്കി. നമ്മളൊരു സാധനം എന്ത് ചെയ്യുന്നത്, അതിപ്പോ എനിക്കൊന്ന് 10-15 വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അതൊക്കെ അപ്പൊ ഈ ഇവര് വന്നിങ്ങനെ ഇവരുടെ അനുഭവങ്ങൾ പറയാൻ നേരത്താണ് ഈ സിനിമയിലോട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. ഭയങ്കര ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ? അതെ. പക്ഷെ 2017 ഞാൻ വീണ്ടും ഒരു സിനിമ ചെയ്തായിരുന്നു, സെക്സി ദുർഗ. അത് കുറച്ച് വിവാദപരമായിട്ട് ഭയങ്കര വിവാദമായ സിനിമയാണ് അത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഹ്യൂസ് ടൈഗർ അവാർഡ് കിട്ടിയ സിനിമ സനൽകുമാർ ശശിധരൻ ഡയറക്ടർ. സൺലൈറ്റിനാണ് എന്നെ ആദ്യമായിട്ട് വിളി. ഞാൻ പുള്ളിയുടെ ഒഴിവു ദിവസത്തെ കളി സിനിമ കണ്ടിട്ട് ഞാൻ അന്നിങ്ങനെ ഇപ്പൊ അശ്വൻ കോക്കിന്റെ റിവ്യൂ ഒന്നും ഇല്ല. ഞാൻ കണ്ടിട്ട് എൻ്റെ ഫോണിൽ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നു. ഒരു ദിവസത്തെ കളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാറിലിരുന്നാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ സീക്രട്ട് ഏജന്റ് ഒക്കെ അല്ലേ, ഇത് എത്ര വർഷം മുമ്പാണെന്നല്ല. ഞാൻ കാറിൽ ഇരുന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനിത് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അഭിപ്രായം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അപ്പൊ ഈ അഭിപ്രായം പറയാൻ നേരത്ത് അന്ന് വൈകുന്നേരം നോക്കുന്നത് അന്ന് ഓർക്കിഡ് ആണെന്ന് തോന്നുന്നു, ഫേസ്ബുക്ക് ഇല്ല, എനിക്ക് ഓർക്കിഡ് ആണെന്ന് തോന്നുന്നു. ഓർക്കിഡും ഉണ്ട്, ഫേസ്ബുക്കൊക്കെ ഉണ്ട്, എല്ലാം കൂടെ ചേർന്നാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മ അതാണെന്ന് തോന്നുന്നു, ഫേസ്ബുക്കിന്റെ ഒക്കെ സ്റ്റാർട്ടിങ്. അപ്പോൾ അന്ന് വൈകുന്നേരം നോക്കുന്നത് ആഷിഖ് അബു ആണത്, പ്രൊഡ്യൂസർ സൈഡിലുള്ള ആഷിഖ് അബു ഇത് ഷെയർ ചെയ്യുന്നു, ഈ ഒരു ദിവസത്തെ കളി സാധനം ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ സൺലൈറ്റിനെ പരിചയപ്പെടുന്നത്. ഈ റിവ്യൂ ആണ് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സൺലൈറ്റിനെ പരിചയപ്പെടുന്നു. പിന്നെ ഒരു ദിവസം കുറേ കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് സൺലൈറ്റ് എങ്ങനെ വെച്ചാൽ, അരുൺ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. ഞാനവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞ് അതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാനെന്ന് പറഞ്ഞുകൂടാ, നിങ്ങൾ അഭിനയിക്കൊന്നും വേണ്ട, ഇവിടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിച്ചു ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ. അതെ, അതിൽ എന്നെ അഭിനയിപ്പിച്ച മൊത്തം സൺലൈറ്റ്. ക്യാമറയ്ക്ക് പിന്നിൽ നിന്നിരുന്ന ആള് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ഇങ്ങനെ സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു, കുറെ പ്രശ്നമുണ്ട്. ഞാൻ ക്യാമറയൊക്കെ നോക്കാം, അപ്പൊ സൺലൈറ്റ് പറഞ്ഞു അതൊക്കെ അവരുടെ ആളുകളുണ്ട്. പുള്ളി അഭിനയിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മളെ ആ ക്യാരക്ടറായിട്ട് അങ്ങ് ആക്കും. എന്താ പറയുന്ന ഒരു സൈക്കോളജി പരിപാടിയാണ് പുള്ളിയെ നമ്മളെ അതിനകത്തോട്ട് ആക്കിയിട്ട്. ഇപ്പൊ എൻ്റെ കൂടെ അഭിനയിച്ച രാജശ്രീ ദേശ്പാണ്ഡെയാണ്, ഹിന്ദി നടി. അപ്പോൾ പുള്ളി വരുന്നതിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ അടുത്ത് പറയുന്നു, രാജശ്രീ ദേശ്പാണ്ഡെ നമുക്കൊരു കാറ് തരുന്നു, ഞങ്ങൾ 5 പേരും കൂടെ ചേർന്ന് 2 ദിവസം നിങ്ങൾ എവിടെ വേണോ പൊയ്ക്കൊള്ളാൻ പറയുന്നു. ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നു, എന്നിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ നമ്മൾ ആ പുള്ളിക്കാരത്തിയായിട്ട് ഒരു ലിങ്കായി. ഭയങ്കര സൈക്കോളജി ആയിട്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടന്മാരെ ഇത്രയും ഭയങ്കര രസമായിട്ട് കൈകാര്യം ചെയ്ത്, വളരെ ചുരുങ്ങിയ പൈസക്ക് സിനിമ ചെയ്ത് ചുരുങ്ങിയ ക്രൂ കൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാജിക് കാണിക്കുന്ന ആളാണ് അല്ലെ. സെക്സി ദുർഗ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിനയത്തിൽ ഒരുപാട് പേര് എന്നെ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പുള്ളിയുടെ കൂടെ ആ സെക്സി ദുർഗ കഴിഞ്ഞതിന് ശേഷം അഭിനയിക്കാൻ തോന്നിയിട്ടില്ല. സിനിമയോടുള്ള ഇഷ്ടം കൂടിയെന്നാണ്, സിനിമാ ഭ്രാന്തനാക്കിയത്
സൺലൈറ്റാണ്. പുള്ളി ഐഫോൺ വെച്ച് സിനിമ ചെയ്യുന്നു, അതെ. 10 ദിവസം കൊണ്ട് സിനിമ ചെയ്യുന്നു, തുച്ഛമായ പൈസക്ക് സിനിമ ചെയ്യുന്നു, ഒരു സിനിമാ നടന്മാരും ഇല്ല. അവാർഡ്സ് ആണ് എന്നാൽ ഈ സിനിമ ഹ്യൂസ്റ്റായി മാറാട്ടുന്നു. ഇന്റർനാഷണൽ സെക്സി ദുർഗം 110ഓളം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടും. ഇവിടെ വിവാദമാവും ചെയ്തു. ഇവിടെ പിന്നെ ചെയ്യുന്ന പടങ്ങളെല്ലാം സ്റ്റേറ്റ് അവാർഡ്. അപ്പൊ ഞാൻ നോക്കുന്നത് ഇദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ നമുക്കൊക്കെ ചെയ്തുകൂടി. പുള്ളി ഐഫോൺ വെച്ചിട്ട് പടം ചെയ്തിട്ട് ഏറ്റവും നല്ല സിനിമാറ്റോഗ്രാഫിയുടെ അവാർഡ് കൊണ്ടുപോയി. നമുക്ക് ടെക്നിക്കലി എല്ലാ സാധനങ്ങളും ഉണ്ട്, എന്നാൽ നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെയാണ് പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് സിനിമയിലോട്ട്. പിന്നെ പുള്ളിയുടെ കൂടെ നടത്ത് നമ്മുടെ സിനിമയുടെ കാഴ്ചപ്പാടുകൾ മാറി. പുള്ളിയുടെ ചർച്ചകൾ, സംസാരങ്ങളിലെല്ലാം നല്ല സിനിമകൾ വരികയും ഭയങ്കര എൻ്റെ ഒരു സിനിമയുടെ ഒരു ഗുരുനാഥൻ എന്ന് വേണമെങ്കിൽ പുള്ളിക്കാരനെ പറയാം. എന്നാൽ സിനിമയുടെ ചിന്താഗതി മാറ്റി. സിനിമ എന്താണ്, ഇങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടൊരു സിനിമയല്ല, ഇങ്ങനെയും സിനിമ ചെയ്യാം. മറ്റേ വലിയൊരു ക്രൂ വെച്ച്, വലിയ ദിവസങ്ങൾ, കുറേ ഷെഡ്യൂളും വെച്ച്, അതൊന്നും അല്ലാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് അല്ലേ അങ്ങനെ ഒരു സിനിമ ചെയ്യാം. നമ്മളിലുണ്ട് സിനിമ എന്നുള്ള ഒരു തിരിച്ചറിവ് നൽകി അല്ലേ. പുള്ളിയുടെ കൂടെ ഞാൻ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഉന്മാദിയുടെ മരണത്തിൽ ഞാൻ പ്രോജക്ട് ഡിസൈനർ ആയിട്ടുണ്ട്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ, ചീഫ് അസോസിയേറ്റ്. ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളിയോടെ ഉള്ള കുറെ പടങ്ങൾ. ലാസ്റ്റ് ടൊവിനോയുടെ വഴക്കിൽ ചീഫ് അസോസിയേറ്റ്. വഴക്കില് മോള് മോക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. മോളുടെ പേര് തന്മയ. 2 മക്കളുണ്ട് കേട്ടോ, തന്മയും തമന്നയും. തന്മയും തമന്ന. ഓക്കെ. തമന്ന എന്ത് ചെയ്യുന്നു? തമന്ന ഇപ്പൊ മാരുവാൻസിൽ JMC. തന്മയ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കൂടെ വരാൻ വരുന്നതാണ്. പക്ഷെ നമുക്ക് വേറൊരു ദിവസം തന്നെയായിട്ടിരിക്കണം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കോവിഡ് വന്നപ്പോൾ ഞാൻ കുറെ റീൽസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മോള്, എൻ്റെ അച്ഛൻ ഒക്കെയാണ് എൻ്റെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. അച്ഛനും അമ്മയും പ്രൊഫഷണൽ നാടകക്കാരായിരുന്നു. അമ്മയും നടിയായിരുന്നു. അവിടെ അച്ഛനും എന്നെ പോലെ സിനിമ ആവണമെന്നും പറഞ്ഞ് ഈ നാടക ട്രൂപ്പിൽ, കലാനിലയം ട്രൂപ്പിൽ വരികയും അവിടെ കലാനിലയത്തിൽ വരികയും അമ്മയെ പരിചയപ്പെടുകയും പിന്നെ അമ്മയെ കൊണ്ടിങ്ങി വന്നു. പിന്നെ അഭിനയമൊക്കെ നിർത്തി. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ജനിച്ചപ്പോൾ നമ്മളെയൊക്കെ വളർത്തണം, ആ ഒരു പ്രാരബ്ധത്തിലോട്ടങ്ങ് പോയി. പിന്നെ അച്ഛൻ അങ്ങനെ അഭിനയിക്കാനൊന്നും ഒന്നും പറ്റിയില്ല. അച്ഛൻ പിന്നെ ഹോട്ടലിൽ പണിയൊക്കെ ആയിരുന്നു, ഹോട്ടലിലൊക്കെ ആയിരുന്നു. ഒരുപാട് ആ ഒരു സ്പാർക്ക് ആയിരിക്കാം അരുൺ ചേട്ടൻ്റെ ഇന്നത്തെ എല്ലാ വിജയത്തിന്റെയും പുറകില്. പിന്നെ അച്ഛനും അമ്മയും നമ്മളെ ഒരുപാട് അവര് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളെ സെറ്റ് ചെയ്തത്. അത് ഞാൻ ഇപ്പൊ പറയുമ്പോഴും എനിക്ക് എന്റെ നെഞ്ചൊന്ന് നമ്മള് ഫീൽ ചെയ്യും. അത് അവര് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്. പക്ഷെ ഈ അമ്മ ആണ് ഏറ്റവും കൂടുതൽ ഞാൻ സിനിമയിൽ അഭിനയിക്കണം, എന്താ പറയുക, സിനിമാക്കാരനാവുന്നതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള. അന്നൊന്നും ഞാനായില്ല. അന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ സോൾ ബ്രദേഴ്സ് തുടങ്ങി, അമ്മക്കതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ അമ്മയുടെ ഒരാഗ്രഹം നമുക്ക് നടത്താൻ പറ്റിയില്ല. ആ സമയത്താണ് എനിക്ക് സെക്സി ദുർഗ വരികയും പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം, നമ്മളിപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സാധിക്കുന്നത്. അത് ആണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. അതെ, നമ്മൾ എന്ത് അച്ചീവ് ചെയ്താലും അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. അത് ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ പല ആഗ്രഹങ്ങളും എനിക്ക് അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് പിന്നീടാണ്. പക്ഷേ എനിക്ക് പിന്നീട് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇതെനിക്ക് ഭയങ്കര കുറ്റബോധമായി. പിന്നെ ഈ അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഒരു ഉണ്ട് സിനിമയിൽ വരാനായിട്ടുള്ളത്. നമ്മൾ സെക്സി ദുർഗ കിട്ടി, ഹീറോസ് ടൈഗർ അവാർഡ് കിട്ടുന്നു. ആ പടത്തിന് പലയിടത്തുനിന്നും അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പടത്തിൽ സൺലൈറ്റ് നമുക്കൊരു അവസരം തരും എന്നൊക്കെ പറയുമ്പോൾ അതൊരു അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ആ സമയത്ത്. അതേപോലെ അമ്മയുടെ ആഗ്രഹം വരുന്ന അച്ഛനൊരു സിനിമയിൽ അഭിനയിക്കണം. അച്ഛന് അഭിനയിക്കാനേ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ 2023 അച്ഛൻ ഫാലിമിയിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നല്ലേ? അതെ, കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ട് എത്ര ഫിലിം ചെയ്തു? ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കോവിഡ് നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്നു. റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഞാൻ ഈ ചർച്ച പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ചർച്ചയിൽ വന്ന ആളാണ് അനൂപ് ബാഹ്ലെ. ഓക്കെ, എനിക്ക് അനൂപ് ബാഹ്ലെ എൻ്റെ ഭയങ്കര കിടിലം മേക്കറാണ്. പുള്ളി ഒരു ഭാവിയിൽ ഒരു കിടിലം മേക്കർ, ഫിലിം ഒരു കോമഡി ചെയ്യുന്നൊരു മേക്കറായി മാറും. ഞാൻ നിങ്ങൾ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ പുള്ളിയെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, പുള്ളി സംസാരിക്കുമ്പോൾ ഞാൻ പുള്ളി എടുത്ത് വെച്ച് നമുക്കൊക്കെ അവസരം തരുമോ? ആണോ, തരാണ്, നിങ്ങൾ വിളിക്കുക, നിങ്ങൾ നല്ല ഇതാണ് കണ്ടോ, നിങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാനിത് അവിടെ കളഞ്ഞു. പക്ഷെ പുള്ളി കുറച്ച് ദിവസം കഴിയാതെ എന്നെ വിളിക്കുന്നു, പോയി ചെയ്യുന്നു.
പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം സൺലൈറ്റിൻ്റെ ഒരു രീതിയല്ലേ അവർ. സൺലൈറ്റൻ കുറേ ലോങ് ഷോട്ടും വേറൊരു മൂഡാണ് പുള്ളി. പുള്ളി അഭിനയിപ്പിച്ചോളും നമ്മളെ. പക്ഷെ ഇവിടെ വരാൻ നടത്തിയത് വേറൊരു സ്കൂളാണ്. പക്ഷെ അനൂപ് എന്നെ ചെയ്യിപ്പിച്ചെടുത്തു. ആ അനൂപാണ് എനിക്ക് കൂടുതൽ വൈറാവുന്ന സാധനമാണ് പത്മിനിയിലെ രാജസേനൻ മുതലാളി. അത് ഈ ട്രോൾ മെറ്റീരിയൽ ആവുന്നു. അതെ അതെ, അതിൽ ആ ഡയലോഗ് പലവരും ഇപ്പോഴും ഈ ട്രോൾ മെറ്റീരിയൽ വരും. മറ്റേ ഫോൺ അയച്ചിട്ട് ഇതാരും അറിയത് മാക്സിമം ചില ഈ പല മന്ത്രിമാരുടെ ഒക്കെ പറയുന്നത് ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ നമ്മളെ പടം വെച്ചിട്ട് വരാം. നല്ലൊരു ക്യാരക്ടർ. നിങ്ങൾ ആ ടീം ഭയങ്കര രസമായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഇതില് നിങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത ഒരു ഇതാണ്. നോബിച്ചേട്ടനാണെങ്കിലും അസീസ് ചേട്ടനാണെങ്കിലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു പ്രീമിയർ പത്മിനിയിൽ വന്ന എല്ലാവരും രക്ഷപ്പെട്ടു. എല്ലാവരും അതെ അതിലും രക്ഷപ്പെട്ട എല്ലാ പാസീസായി നോബി, കുട്ടിയകില്, അഖിൽ കവലൂർ, ഞാൻ, അജിത് സാഗർ, സലീം മൈലൊക്കെ എല്ലാവരും സിനിമയിൽ. ഇതേപോലെ നമ്മുടെ മാമൻസ് വ്ലോഗ് അല്ലേ? മാമൻസ് അതിനുശേഷം അതിലെല്ലാവരും ഇപ്പൊ സിനിമയിലായിട്ട്. മാമൻസ് സത്യം പറഞ്ഞ ഈ പത്മിനി വന്നു, പിന്നെ അനൂപ് സിനിമ ചെയ്യാനായിട്ട് പത്മിനിയിലോട്ട് പോകുന്നു. പത്മിനി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സിനിമ, അപ്പോൾ പുള്ളി സ്ക്രിപ്റ്റിങ്ങും പരിപാടിയായിട്ടൊക്കെ ഇരിക്കും. ഉടനെ പുള്ളിയുടെ പടം വരും. അപ്പം നോർമലി പത്മിനി ഒന്ന് ബ്രേക്ക് ആവും. അപ്പൊ പിന്നെ നമുക്ക് വേറെ വഴികളില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ അനൂപിന്റെ അടുത്ത് പറഞ്ഞ, അനൂപെ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ആഗ്രഹമുള്ള, അജിത് സാഗർ, ബൈജു നെറ്റോ, അനിൽ രാജ്, അങ്ങനെ ഞങ്ങളുടെ ഏജിലുള്ള ആളുകളാണ്. അങ്ങനെ നമ്മൾ മാമൻസ് എന്നും പറഞ്ഞ് 80s വസന്തം മാമൻസ് സ്റ്റാർട്ട് ചെയ്തു. ഒരെണ്ണം ചെയ്ത് ആരും കണ്ടില്ല, 2 എണ്ണം ചെയ്ത 10,000 പേര് കണ്ടു. പക്ഷെ ഒരു 6ാമത്തെ സാധനം അടിക്കാൻ കാരണം നമ്മൾ ഈ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ നേരത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ കണ്ടന്റുകളായിരുന്നു ആദ്യമൊക്കെ. അപ്പൊ അതൊന്നും വർക്കൗട്ട് ആയില്ല. അപ്പോഴാണ് ഞാൻ നേരെ അനൂപിന്റെ അടുത്ത് അനൂപിന്റെ അടുത്ത് പറഞ്ഞ, അനൂപാണ് ആർദ്രസാധന ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, മറ്റേ ബീറ്റ് ബോക്സിംഗ്. ആർദ്രസാധൻ വരുന്നു, അനൂപ് വരുന്നു, അവര് നമ്മളെ മെന്ററായിട്ട് ചെയ്യുന്നു, അവര് ക്രിയേറ്റീവായിട്ട് സഹായിക്കുന്നു. അങ്ങനെ വരുന്ന സാധനം അടി തുടങ്ങുന്നു. പിന്നെ നമുക്ക് കൂടുതലൊന്നും പോയില്ല. ഒരു 6, 7, 8 എപ്പിസോഡ് ചെയ്തപ്പോൾ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും സിനിമ കിട്ടി. എല്ലാവർക്കും. ഈ അനുരാജേട്ടൻ ഇപ്പൊ ഫാലിമി ഒരു കുന്നുപടമുണ്ട് പുള്ളിക്ക്. ഇനിയിപ്പോ 8-9 പടം ഇറങ്ങാനിരിക്കുക. കോമഡി വേഷങ്ങളൊക്കെ പുള്ളി ചെയ്യും. അതെ അതെ. ബൈജു നെറ്റോ റീമ കല്ലിങ്ങളുടെ പടത്തിൽ പേരായിട്ട് അഭിനയിച്ചു, കാമുകനായിട്ട് അഭിനയിച്ചു. അജിത് സാഗർ കുറെ പടത്തിൽ അഭിനയിച്ചു. എനിക്ക് കുറെ അതെ അതിലെല്ലാവരും അപ്പൊ സിനിമയിലോട്ട്. അതെ. പിന്നെ സിനിമ വരുന്ന കാരണം ബിപിൻ ദാസ്. അയ്യോ, പുള്ളി വേറെ ലെവല, നമ്മളെ വേറെ സ്നേഹിതൻ. പുള്ളി ഞാനും കൂടെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, പുള്ളി നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് പുള്ളി ഇനാഗുറേഷൻ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ രതീഷ് ഓഗണി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്. ഈ ആക്ടിങ് വർക്ക്ഷോപ്പാണ്, നിഴലാട്ടം എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ എൻ്റെ അടുത്ത് രതീഷ് ഓഗണി പറഞ്ഞു, ഈ വർക്ക്ഷോപ്പിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞു. 4 ടീമായിട്ട് തിരിച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനും അതിനകത്ത് കയറി അങ്ങ് ചെയ്തു. നമ്മൾ ഒന്നുമില്ലല്ലോ. അതിലൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാണ്, നിങ്ങൾ അന്ന് ചെയ്തത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പത്മിനിയൊക്കെ ചെയ്തിട്ട് എന്നെ ഒരു ദിവസം വിളിക്കുന്നു, അന്താക്ഷരിയിൽ വിളിക്കുന്നു, അണ്ണാ ഒരു വേഷം ഉണ്ട് എന്ന് ചെയ്യണം. അപ്പോൾ പുള്ളി പറഞ്ഞു, അണ്ണാ ഞങ്ങൾ കോവിഡ് ടൈമാണ്, അപ്പം നമുക്ക് ഈ പരിസരത്തുള്ള കുറേ നടന്മാരെ വേണം. അപ്പം ഞാൻ ഈ സൺലൈറ്റിൻ്റെ സിനിമയിൽ അസിസ്റ്റന്റും അസോസിയേറ്റ് ആയിട്ടായിട്ട് നിൽക്കുമ്പോൾ സൺലൈറ്റൻ പുതിയ ആളുകളല്ലേ വെച്ച് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും നാടകക്കാരാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ നാടകമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ആളുകൾ വേണം. അങ്ങനെ അന്താക്ഷരിയിൽ ഞാൻ പുള്ളിയെ സഹായിക്കുകയാണ് ചെയ്തത്. നമ്മൾ കാസ്റ്റിംഗ് ഡയറക്ടറൊന്നും പുള്ളിയെ ഞാൻ സഹായിക്കുകയാണ് ചെയ്തത്. അതിലെനിക്കൊന്നൊരു 10-13 ആളുകൾക്ക് വേഷം കൊടുക്കുന്നു. അത് ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നു. അത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ട്രെൻഡ് ആവുന്നു. ബിപിൻ ദാസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് അവിടെ വീണ്ടും പുതിയതെന്നല്ല, പുള്ളിയുടെ ഫസ്റ്റ് പടവും കിട്ടില്ല. പക്ഷെ പിന്നീട് ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്, ഒരു ബ്രാൻഡിങ് അവിടെ വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ, അണ്ണാ ഞാൻ അടുത്തൊരു പടം ചെയ്യാണ്, അപ്പം നിങ്ങൾക്കൊന്നും വലിയ വേഷമൊന്നും കാണൂല, അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ സഹായം വേണം. എനിക്ക് നല്ല കണ്ട സ്നേഹം തോന്നുന്ന നല്ല ബബ്ലി ആയിട്ടൊരു അമ്മൂമ്മ വേണം. അമ്മമ്മയല്ല, ഒരു അമ്മ. നമ്മൾ ബേസിലിൻ്റെ ഒക്കെ അമ്മയായിട്ടാക്കാണ് കണ്ടാൽ നമുക്കൊരു ഇഷ്ടം തോന്നണം. ഇങ്ങനെ ഒരു അമ്മ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ
നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തുടങ്ങി വെൺബായി ആണ് നമ്മൾ അടുത്ത കൂട്ടല്ല നമ്മൾ അപ്പം തന്നെ നമ്മൾ അന്ന് കാസ്റ്റിംഗ് ഡയറക്ഷൻ ഒന്നും ഇല്ല നമ്മൾ തപ്പുകയാണ് കുറെ ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് നമ്മളൊരു ആശാനുണ്ട് കലാവിധി ബിജു പുള്ളി അടുത്ത് പറയുന്നു പുള്ളി കുറേ പ്രൊഫഷണൽ നാടകക്കാരൻ ഇത് വരുന്നു അപ്പോഴാണ് ഈ കനകമ്മ എന്ന് പറയുന്ന അമ്മ ഉണ്ട് ഈ ബേസിലിൻ്റെ അമ്മേൻ്റെ അവരെനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തരും അങ്ങനെ ഈ കലാവിധി ബിജുവിൻ്റെ അടുത്ത് പറഞ്ഞ് ആ കലാവിധി ബിജുവിനെ ഇവർ തരുന്നു ഞാൻ ഈ ഇവരെ കൊടുക്കുന്നത് അപ്പം തന്നെ വീൺബായി പറയുന്ന ആ അമ്മയെ വരാൻ പറയുന്നു പിറ്റേന്ന് രാവിലെ അവർ ഓഡിഷൻ ചെയ്യുന്നു അമ്മ പറഞ്ഞു ഇനി ആരെയും നോക്കണ്ട അത് മതി ഇത് മതി അപ്പൊ അവരുടെയും ഭാഗ്യമാണത്. അതെ അവരുടെ ഭാഗ്യമാണ്. ഇത് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് നമുക്കൊരു സെർച്ച് എഞ്ചിനാണ് അത് അവരെ ഇഷ്ടപ്പെടുകയും അവർക്ക് കഴിവുണ്ടെന്ന് തിരിച്ചറിയുകയും അത് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഡയറക്ടർ. ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ മലയാളത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം അതിൽ പുതിയതായിട്ട് വരുന്നവർക്ക് പുതിയതായിട്ട് അഭിനയിക്കാൻ ഒരു സാധ്യത കിട്ടുമോ അല്ലെങ്കിൽ ഒരു സാഹചര്യം കിട്ടുമോ? ഒരുപാട് പേരുണ്ടാവും, നല്ല കഴിവുള്ളവരുണ്ടാവാം, കഴിവില്ലാത്തവരുണ്ടാവാം. പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇന്ന പോലെ ചെയ്യൂ, നിങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കൂ എന്നല്ലാതെ വേറെ എന്തെങ്കിലും? ഇപ്പം ഇത് രണ്ടും എനിക്ക് കൃത്യമായിട്ട് ഇതിന് ഉത്തരം പറയാൻ പറ്റും. കാരണം ഞാൻ ഇത് ഇഷ്ടം പോലെ അലഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ ഈ കാസ്റ്റിംഗ് ഡയറക്ഷനിലോട്ട് വരാൻ കാരണം എന്നറിയാമോ? അതായത് ഇപ്പം ഞാൻ കുറേ ശ്രമിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെയാണ് ഈ റീല് പരിപാടിയിലൂടെയൊക്കെ നമ്മൾ വന്നത്. അപ്പം ഇതിൽ നമ്മളൊരു സാധനത്തിലോട്ട് ഇന്നായ അതിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് കാസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി കൊള്ളാമല്ലോ, നമുക്കും കുറച്ച് സ്ഥലങ്ങളിൽ വാതിൽ തുറക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി ഞങ്ങൾ കുറെ അലഞ്ഞിട്ടാണ് നമുക്കൊരു അവസരം കിട്ടിയത്. അപ്പൊ മറ്റുള്ളവർക്കും ഒരു അവസരം കിട്ടട്ടെ, അതൊരു വലിയൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ കാസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇറങ്ങുന്നത്. എനിക്കൊന്ന് ഫാലിമിയാണ് എനിക്ക് ടൈറ്റിൽ കാർഡ് വരുന്ന ഒരു പടം. കാസ്റ്റിംഗ് ഡയറക്ടർ വിൻബായിയുടെ കൂടെയൊക്കെ ഞാൻ വിൻബായിയെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് ചെയ്തിട്ടേ ഉള്ളൂ. നിതീഷാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അണ്ണാ നിങ്ങൾ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ചെയ്യണം. അതിനുവേണ്ടി അപ്പൂപ്പന്മാരെ ഇനി കേരളത്തിലുള്ള അപ്പൂപ്പന്മാരെ അതിൽ നിതീഷ് പറഞ്ഞ കുറെ പോയിന്റ്സ് ഉണ്ട്. കാരണം ഇത് ഇന്ത്യ മുഴുക്ക യാത്ര ചെയ്യുന്ന ഒരു അപ്പാപ്പനായിരിക്കണം. എന്നാൽ ഒരു ഏജ് ഒരു 75 മേളായാലും കുഴപ്പമില്ല, അഭിനയിക്കാൻ അറിയണം. ഭയങ്കര ഇതാണ്. അപ്പം കാശി ട്രാവൽ ചെയ്യണം, ആരോഗ്യം വേണം, ഇത് വേണം, അങ്ങനെ ഞാൻ ഏജും വേണം. നാടകമൊക്കെ ചെയ്തവരാണെങ്കിൽ കൊള്ളാമെന്ന് നിതീഷ് പറഞ്ഞു. അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ കേരളത്തെ മൊത്തം തപ്പുന്നത്. ഞാൻ ഇങ്ങനെ വരും, ഒരു ദിവസം 5 എടുക്കും, 10 എടുക്കും, നിതീഷ് നോക്കും. ചിലവർ ആരോഗ്യം കാണൂല, ചിലർ ഇതുണ്ടാവൂല, ഇങ്ങനെ കുറെ നോക്കി. അപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ നോക്കിയാണ്. അപ്പോഴാണ് ഒരു ദിവസം പറഞ്ഞ അണ്ണാ ഈ മറ്റേ അപ്പാപ്പൻ, മെയിൻ അപ്പാപ്പൻ നമ്മുടെ അടുത്ത് തപ്പി കിട്ടി, മീനാരാജേട്ടനെ കിട്ടിയെന്ന് പറഞ്ഞു. ഇനി ബാക്കി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അച്ഛനുമായിട്ട് ഒരു റീൽ അന്ന് ചുമ്മാ എടുത്തിടുന്നു. നടത്തുന്ന വിപിൻ ദാസ് ഭായി ആണ് പറഞ്ഞത്. അങ്ങനെ ഈ റീല് കണ്ടിട്ട് പറഞ്ഞു, അരുൺ ഭായിയുടെ അച്ഛൻ കൊള്ളാം, രസമുണ്ട്, നിതീഷിന്റെ പടത്തിൽ കൂട്ടുകാരനായിട്ട് അഭിനയിച്ച. അതെ, കൂട്ടുകാരനായിട്ട് അപ്പുറത്തെ വീട്ടിൽ മരിച്ചു വന്നു. അങ്ങനെയാണ് അച്ഛൻ വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ സോഷ്യൽ മീഡിയ ഒക്കെ പണ്ട് നമ്മൾ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഫോട്ടോ ഒന്നും വേണ്ട. ഇപ്പൊ ഫോട്ടോ ഒക്കെ അയക്കൂ നിങ്ങൾ, അല്ലെങ്കിൽ പെട്ടിയിലിടൂ അല്ലേ, അങ്ങനത്തെ ഒരു കാലഘട്ടമല്ലോ. സോഷ്യൽ മീഡിയ തരുന്നൊരു ഓപ്പർച്യൂണിറ്റി വേറെ വലുതാണ്. അതെ അതെ, പലതരം ഭാവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമുക്കിപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സോഷ്യൽ എന്റെ ചാനലിലാണ്, ഞാനാണ് പ്രൊഡക്ഷൻ, ഞാൻ ക്യാമറ ചെയ്യും. എനിക്ക് ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, എന്ത് വേണം. ചിലതടിക്കും, ചിലത് വൻ ദുരന്തവും. എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർക്ക് എനിക്ക് മാനസിക രോഗം വരെ പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് നല്ല വർക്ക് ഉണ്ടായിട്ട് ഇയാൾ റീൽ കൊടുത്തോണ്ട് ഡാൻസ് കിടക്കുന്നു, മണ്ടനാണ്. എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് ഈ അവന് പ്രാന്താണെന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റി പറയേണ്ടി വന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും അല്ല കേട്ടോ, നമ്മൾ പക്ഷെ അതിൽ തന്നെ നിന്നു. ഇത് എത്തണം എവിടെയെങ്കിലും പിടിക്കണം. ഇപ്പോഴും ഞാൻ എത്തിയിട്ടൊന്നുമില്ല, ഇനിയും ഞാൻ നിൽക്കും, നമ്മൾ എത്തും. ഈ മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കൊടുക്കാനുള്ളത്. ഇതാണ് ഞാൻ ഇത്ര ഇത് പറഞ്ഞത്. കാരണം ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ, ഇത് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ ഒരു മാസം ഇവിടെ എത്ര സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്? കൂടി പോയ ഒരു 10 സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ 20 ഇപ്പോൾ ഒരു 10 സിനിമ. ഈ 10 സിനിമയിൽ ഒരു സിനിമയിൽ ഒരു 20 ക്യാരക്ടർ വെച്ച് കൂട്ടിയാൽ പോലും ഒരു 100 ക്യാരക്ടർ.
അപ്പോൾ ഒരു മാസം 100 പേർക്ക് അവസരമുള്ളൂ. ഈ 100 പേരിൽ കുറേ പുതിയ ആളുകളുണ്ടാവും, കുറേ പഴയ ആളുകളുണ്ടാവും. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ ഈ 100 പേരിൽ എത്തുക എന്നുള്ളത് ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. എനിക്ക് എന്തൊക്കെ പറ്റും എന്ന് പുറം കാണിക്കണം. ഇന്ന് അത് കൊണ്ട് നടക്കുകയൊന്നും വേണ്ട. ഇപ്പൊ UKPS എന്ന് പറയുന്നൊരു പയ്യനുണ്ട് ട്രിവാൻഡ്രത്ത്. ഞാൻ പുള്ളിയെ ഇപ്പോൾ ഒരു പടത്തിൽ നായകനാക്കി വിളിച്ചു. പക്ഷെ പുള്ളി ഹൈറ്റ് കുറവായിട്ട് മാറിയിട്ടാണ്. പക്ഷെ ഉറപ്പായിട്ട് എനിക്ക് ഉറപ്പുണ്ട് ആ പുള്ളി, ഞാൻ പുള്ളിയെ പരിചയപ്പെട്ട ഒന്നിട്ടില്ല. പുള്ളി ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര് പുള്ളിയുടെ. പുള്ളി ഇന്ന് സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന നടന്മാരുടെ ഡയലോഗുകൾ പുള്ളിയുടെ വേർഷനിൽ പറയും. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ഇപ്പോൾ ദശരഥിൽ മോഹൻലാൽ പറയുന്ന സാധനം ആ ഡയലോഗ് മാത്രം എടുത്തിട്ട് പുള്ളിയുടെ വോയിസിൽ പുള്ളിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് കാണാൻ തോന്നി. കിടിലാണല്ലോ. പുള്ളിയൊക്കെ നോക്കിയോ, ഈ പുള്ളിയെ കത്തി നിൽക്കുകയാണ്. ഉറപ്പായിട്ടും ഭാവി സിനിമാ താരങ്ങളാണ് ഇവരൊക്കെ. ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഒരെണ്ണത്തിലോ രണ്ടെണ്ണത്തിലോ കിട്ടിയില്ലെന്നും പറഞ്ഞ് നിർത്തരുത്. കാരണം നിങ്ങളുടെ രൂപത്തിനുള്ള ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഒരു ഡയറക്ടറുടെ ഉള്ളിലുണ്ടാവും. അത് ചിലപ്പോൾ 5ാമത്തേലായിരിക്കും കാണുമ്പോൾ വിളിക്കുന്നത്. 2എണ്ണത്തിൽ നിർത്തിയാൽ പോയി. ഇപ്പം നമ്മൾ തന്നെ മാമൻസ് ചെയ്തപ്പം 5000 10,000 തീർന്നേനെ. അവിടെ ഇതിൽ നമ്മൾ കാര്യം എന്നറിയുമ്പോൾ നമ്മളിപ്പം ഒരു സാധനം റീൽസോ സോഷ്യൽ മീഡിയ എന്തെങ്കിലും സാധനം ചെയ്യുമ്പോൾ 5000 10,000 പോകുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? എന്തുകൊണ്ട് അതിന് മേളിൽ പോകുന്നില്ല, എന്താണ് നമ്മുടെ കുറവ്? ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം നമ്മൾ 5 ചെയ്തപ്പോൾ മനസ്സിലായി നമ്മളെ കണ്ടന്റ് പോരാ. അത് തിരിച്ചറിയണം അല്ലേ? ആ ഒരു തിരിച്ചറിവാണ് ഭയങ്കര. നമ്മൾ ഇനി ചെയ്താൽ ഇത് അടിക്കൂല എന്നൊരു തിരിച്ചറിവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു മെന്ററിനെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അഡീഷണൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ. നമ്മളിപ്പോൾ ആ മാമൻസിനിടയിൽ ഒരു ജെൻസി ആയിട്ടൊരു പെൺകുട്ടി വന്നപ്പോഴാണ് അത് 2 ജനറേഷനിലുള്ളവർക്കും വർക്കൗട്ടായി. മാമൻസിലുമുള്ളവർക്ക് വർക്കൗട്ടായി. ആ പെൺകുട്ടി വന്നപ്പോൾ 2 പേരിലും വർക്കായി. ഇതാണ് ഇതിനകത്ത് വരുന്നൊരു മാർക്കറ്റിംഗ് രീതി. അതെന്തിലും ഏത് ബിസിനസ്സിനായാലും ഏത് ക്രിയേറ്റിവിറ്റിയിലായാലും ഈ സാധനം വേണം. നമ്മൾ ചെയ്യുന്ന സാധനം വർക്കൗട്ടായില്ലെങ്കിൽ എന്തുകൊണ്ട് വർക്കൗട്ടായില്ല? തീർച്ചയായും ഇപ്പോഴത്തെ എല്ലാവർക്കും, എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അടിവരായിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണത്. അതെ. എന്തുകൊണ്ട് വർക്കൗട്ടായില്ല? ആ സാധനം നമ്മൾ കണ്ടെടുത്തുന്നിടത്താണ് നമ്മുടെ വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ പോഡ്കാസ്റ്റ് തുടങ്ങി, ഇപ്പം 3-4 എപ്പിസോഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ വീഡിയോ കയറുന്നില്ല എന്നൊരു ചിന്ത വരണം. അതെ തീർച്ചയായും അത് പഠിക്കാൻ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഏറ്റവും വേണ്ടത്. അതെ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കണം അല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ, എന്ത് മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ. അതെ. അപ്പം ഒരു പുതുമുഖത്തിന് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഈ ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ചവരെ എടുക്കാനായിട്ട് വലിയ പാടുണ്ടാവില്ല. കാരണം അവരുടെ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട്. ഒരു പുതുമുഖത്തെ എടുക്കാനായിട്ട് ഒരു ക്യാരക്ടറെ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഒരു മിനിമം ഒരു 100 പേരെ കാണേണ്ട അവസ്ഥ വരുന്നില്ലേ? പുതുമുഖം ഒരു ക്യാരക്ടറിലോട്ട് വരുന്നു. ഇപ്പോൾ ഒരു ഡയറക്ടർ നമ്മൾ പറയുന്നത് ഈ ഒരു ക്യാരക്ടറാണ് നമുക്ക് വേണ്ടത്, പോലീസ് ക്യാരക്ടറാണെന്ന്. നമ്മുടെ ഒരാളെ ഇപ്പം ഞാനിപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ ആയതിനു ശേഷം നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ശ്രദ്ധിക്കുന്ന 2 രീതിയുണ്ട്. ഇപ്പം നമുക്ക് തരുന്ന ആളുകൾ ഇപ്പം, അല്ലെങ്കിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കുറേ മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പം ഞാനൊരു 45 വയസ്സായ ഒരു പോലീസുകാരൻ്റെ വേഷം ചെയ്യാൻ ഒരു താല്പര്യമുള്ളവരെ എന്നെ ബന്ധപ്പെടുക. ആ ഗ്രൂപ്പിൽ 250 പേരുണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ അവർ 45 വയസ്സായിട്ടുള്ള ആളുകൾ ഫോട്ടോ അയക്കും. ഈ ഫോട്ടോ അയക്കുമ്പോൾ ഈ ഫോട്ടോയാണ് നമ്മളൊരു ഡയറക്ടറിന് കൊടുക്കുന്നത്. ആദ്യം ഈ ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്ന ഈ ഫോട്ടോയെ കാണുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ട്. ഈ പോലീസ് കൊള്ളാം. അപ്പം ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുക, ആ കൊടുക്കുന്ന ഫോട്ടോ തൊപ്പിയൊക്കെ വെച്ച് മറ്റേ ഡാൻസ് കളിക്കുന്ന ഒരു ഫോട്ടോ എടുത്താൽ പോലീസ് വിളിക്കില്ല. അപ്പൊ എന്താണ് ക്യാരക്ടർ എന്ന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സാധനമായിരിക്കണം ഒരു പോർട്ട്ഫോളിയോ കൊടുക്കുന്നത്. ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം ആ ക്യാരക്ടറുമായിട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ ഇപ്പൊ പോലീസ് മാത്രമാണ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു ഫോട്ടോ എടുക്കുക. നോർമൽ വേറൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഫോട്ടോ രണ്ടാമത്തെ കൊടുക്കുക. അപ്പൊ ഇത് നോക്കുമ്പോ ഇത് ഈ പോലീസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇയാളെ നമുക്ക് ഇതിന് വിളിക്കാം. ഇതൊരു ചോദ്യമാണ്. ഇതൊരു ചോദ്യമാണ്. നമ്മൾ ഒരാളെ കൊടുക്കാൻ പോകുന്ന പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ബയോഡാറ്റ അല്ലെങ്കിൽ ഫോട്ടോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അതാണ് ഏറ്റവും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ. സിനിമയിൽ തന്നെ പല നടന്മാരുണ്ട്, ഒരുപാട് ആൾ, എൻ്റെ തന്നെ ആത്മാർത്ഥ കൂട്ടുകാരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരാരും എനിക്ക് അവസരമൊന്നും തരില്ല. ഒരാളും ഒരാൾക്കും ഒരു അവസരം തരുന്നവരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ അന്താക്ഷരിയിൽ അഭിനയിക്കാൻ പോയിട്ടാണ് സജു ചേട്ടൻ എന്നെ മേഘു മൂസയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും ചെയ്യില്ല. ഇതിനകത്തൊരു വിശ്വാസം, ഒന്നാമത് ആ വിശ്വാസം, ഒരു ധൈര്യം, അതാണ് എന്നെ ഒരു വിശ്വാസം, ഒരു ധൈര്യം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതായത് ഇപ്പം നിങ്ങളെ എനിക്കൊരു വിശ്വാസമുണ്ട്, പിന്നെ എനിക്ക് നിങ്ങളെ അവർക്ക് പരിചയപ്പെടുത്താനുള്ളൊരു ധൈര്യമുണ്ട്. കാരണം നിങ്ങൾ അവിടെ പോയി ബപ്പപ്പ അടിച്ചാൽ എനിക്ക് ഏണിയാവും. അപ്പോൾ ഒരാൾ എന്തുകൊണ്ടാണ് അത് എടുക്കാത്തത്, ആ ധൈര്യം എടുക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വാസമില്ല. അപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു വിടുമ്പോൾ മെയിനായിട്ടുള്ള കാര്യം ഒരു വിശ്വാസം വേണം, അത് പിന്നെ അയാളെ കൊടുക്കാനുള്ള ധൈര്യവും വേണം. എന്ത് വന്നാലും നമ്മളത് നേരിടണം. ചിലവർ നമ്മൾ കൊടുക്കുന്നവർ വൻ പ്രശ്നങ്ങളൊക്കെ ആവാറുണ്ട്, നമ്മൾ ഒരുപാട് അയ്യോ അത് അരുൺ വന്ന പോയില്ല എന്ന് പറയുന്നു. ചിലവർ നമ്മൾ അത്ഭുതപ്പെടുത്തി ഒരു കിടിലുമായിട്ടുണ്ട്. ഇപ്പം ഞാൻ കൗമുദിയിലൊരു ക്ലീശ എന്ന് പറഞ്ഞൊരു സീരിയസിൽ രാജേഷ് തലച്ചിറ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത്. അപ്പോൾ ഒരു കൊച്ചുമോനെ കൊടുത്തു. അപ്പം ഞാൻ അവൻ്റെ ചേട്ടനെ ഓൾറെഡി പല സിനിമകളിലും ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പം അവൻ്റെ അനിയൻ അവിടെ ഉണ്ട് കൂടെ വരുന്നത്. അപ്പം എനിക്ക് അവനിലൊരു കണ്ണിലൊക്കെ ഒരു അഭിനയം ഉണ്ടെന്ന് എനിക്കൊരു ഇവിടെ നമ്മൾ മനസ്സ് പറയില്ല. അപ്പം അവൻ്റെ അച്ഛൻ ഇതേനൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ കൊച്ചുമോനെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ഫോട്ടോ അയച്ചു തന്നു. ഞാൻ അവന് കൊടുത്തു. എനിക്കെന്തോ കാണുമ്പോൾ ഒരു ധൈര്യം ഉണ്ട് പുള്ളിയോട്ട്. പക്ഷെ ആ മോൻ ഞെട്ടിച്ചു. ആ ഡയറക്ടർ പറഞ്ഞു ആ പയ്യൻ കിഡിലോ വരുന്നു. രാജേഷ് തലച്ചിറ പറഞ്ഞു കിഡിലോ ആയിട്ട് ചെയ്തു. യൂട്യൂബിൽ മൊത്തം ആ പയ്യൻ്റെ കമൻറ്റാണ് കിടക്കുന്നത്. അത് ഒരു ധൈര്യമാണ്. ഇതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് മോളെ കുറിച്ചിട്ടാണ്. ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയി മോള് മാറിയപ്പോൾ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ, അതുപോലെ ഒരു സിനിമാ മോഹി, അത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ എന്താണ് ആ ഒരു സമയത്ത്? മോള് സത്യം പറഞ്ഞ മോള് ഞെട്ടിച്ചു. പിന്നെ ഈ എൻ്റെ ഇളയ മോളെ സംബന്ധിച്ചിടത്തോളം അവള് വലിയ ആക്ടിങ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അവളാണ് നമ്മളെ ഇത്തിരി സൈലൻ്റ് ആയിട്ടുണ്ടായിരുന്ന ആൾ. മൂത്തവള് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. അവളുടെ ഷോർട്ട് ഫിലിം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്. അവൾക്ക് 2-3 ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവളുടെ ഡോക്യുമെൻ്ററി NCERTയുടെ ഒക്കെ എന്തൊക്കെ ഇതിൽ ഡോക്യുമെൻ്ററി, അവരുടെ ഗവൺമെൻറ്റിനൊക്കെ അവൾ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ടുണ്ട്. അവൾ ആ രീതിയാണ്. പക്ഷേ ഇവളെ ഷോർട്ട് ഫിലിമിലാണ് ഈ മോള് അഭിനയിക്കുന്നത്. അപ്പോൾ സൺലൈറ്റിൻ്റെ സിനിമയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇഷ്ടംപോലെ കുട്ടികളെ നോക്കിയെങ്കിലും സൺലൈറ്റിൻ്റെ സിനിമയിൽ ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോയി അഭിനയിക്കുമെന്ന് പറഞ്ഞ് ആക്കിയില്ല. സൺലൈറ്റ് ഒരു ദിവസം എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ വരുമ്പോൾ മോൾ അവിടെ നിന്ന് തൂത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആരുണേ ആ കനിയുടെ മോളായിട്ട് നിൻ്റെ മോള് കൊള്ളാമല്ലോ. അപ്പം ഞാൻ എന്താ വിട്ടു, ഇതാണൊരു കണ്ടെത്തൽ. ഞാൻ ഈ കാസ്റ്റിംഗ് നിങ്ങൾ കണ്ടെത്തുന്നതിൽ സൺലൈറ്റിൻ്റെ കൂടെ നടന്നിട്ടുള്ളതാണ്. പുള്ളി ഇങ്ങനെ റോഡേയൊക്കെ നടന്നു പോകുന്നിടത്തൊരു ഭാഗ്യമൊക്കെ ഒരു കച്ചവടക്കാരനെ കണ്ടപ്പോൾ അതിനകത്തുള്ള ആള് കൊള്ളാം, ആളെ കണ്ണ് കൊള്ളാം, അയാളെ ഒരു ബിഹേവിയർ കൊള്ളാം. അപ്പോൾ ഈ ചോല സിനിമയിൽ ജോജുവിൻ്റെ കൂടെ ഒരു ചായക്കടയിൽ ഒരു സീനാണ്. അപ്പം ഞങ്ങൾ രാവിലെ ചായ കുടിക്കാൻ പോയെന്നാണ് ഈ ഭാഗ്യക്കുറിക്കാരനെ കാണുന്നത്. അപ്പോൾ ഈ കണ്ണ് കൊള്ളാം, ഇയാൾ രസമുണ്ട്, ഇയാളെ വിളിക്കാൻ പറയും. ഞാൻ ഇയാളെ ചോദിച്ചപ്പോൾ ഇയാൾ ഉരുവത്തി വരില്ല. അപ്പം സല്ലയുടെ പറയും, എനിക്ക് അയാളെ വേണം, നീ എങ്ങനെയും കൊണ്ടുവരണം. അപ്പം നമ്മൾ നേരെ പുള്ളിയെടുത്ത് ഞാൻ ചെല്ലുന്ന ചേട്ടാ പുള്ളിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഞാൻ 3000 രൂപയുടെ ലോട്ടറി അടിമാലിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്, ഈ ലോട്ടറി വിറ്റാലേ എനിക്ക് പറ്റുള്ളൂ 3 മണിക്ക് മുമ്പ്. സല്ലേട്ടൻ പറഞ്ഞാൽ ആ ലോട്ടറി മൊത്തം വാങ്ങാൻ പറഞ്ഞു. ആ ലോട്ടറി വാങ്ങി പുള്ളി അവിടെ വന്നിരുത്തി. അപ്പൊ ഇതേപോലെയാണ് മോളെ കണ്ടെത്തിയത്. ഞാൻ പറഞ്ഞു സല്ലേട്ടൻ അവളെ അഭിനയിക്കാരനോടെന്ന് പറഞ്ഞു, നീ അവളെ കൊണ്ടുവരാൻ പറഞ്ഞു. നേരെ ഓഡീഷൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു സല്ലട്ടെ നിന്റെ ഇത് വെച്ച് എടുക്കൂല, കൊള്ളാമെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ, അവൾക്ക് നിന്നെ പോലെയല്ല എന്നെ പോലെയല്ല അവൾക്ക് അഭിനയിക്കാൻ അറിയാം സല്ലട്ട പറഞ്ഞു. അതെ അതെ അങ്ങനെയാണ് വഴക്കില് അഭിനയിക്കുന്നത്. വഴക്ക് പക്ഷെ നല്ല സിനിമയായിരുന്നെന്ന് എനിക്കറിയാം, പക്ഷെ അത് റിലീസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, ഒരുപാട് ഇതൊക്കെ പോയി. പിന്നെ അങ്ങനെയാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം ആണ് യുവക്ക് ഭയങ്കര സിനിമ ഇതായിട്ട് തോന്നുന്നത്. കാരണം സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഫിലിമിലോട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൈലേജ് ഉണ്ട്, നമുക്ക് സമൂഹം തരുന്ന റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്, ഭയങ്കരമാണ് കേട്ടോ. അത് അവളുടെ
കരിയറിനെ ആളുടെ ബിഹേവിയറിനെ എല്ലാം ബാധിച്ചു. ഓക്കെ. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം അവൾ മൊത്തത്തിൽ അത് ബാധിച്ചു. അപ്പൊ അവക്ക് തന്നെ ഞാൻ എന്തോ അഭിനയിക്കാച്ച. അപ്പം ഞാൻ പിന്നെ ഫ്യൂജിയുടെ ഒരു പരസ്യത്തിൽ മോളെ വന്ന് അഭിനയിക്കുന്നു. അതും ഭയങ്കര രസമായിട്ട് പോകുന്നു. പിന്നെ ഇവളിങ്ങനെ അവസരങ്ങളൊന്നും വരുന്നില്ല, ഇവിടെ നിന്ന് ആരും വിളിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ അവാർഡൊക്കെ കിട്ടിയപ്പോൾ ലാലങ്കിളിൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഞാൻ വിളിക്കുമായിരിക്കും, ആരും വിളിക്കുന്നില്ല, ഒരു സിനിമയൊന്നും വിളിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കാണെങ്കിൽ കൊണ്ടുപോയി പുള്ളിയാനും പറ്റൂല, അതാണ്. എന്നാലും ഞാനും ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ വിളിക്കുന്നില്ല. അങ്ങനെയാണ് സംഭവം. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ജ്ഞാനവേൽ സാറിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ സൂരി, തമിഴ്നാട്ടിലെ ഏറ്റവും കിടിലൻ കാസ്റ്റിംഗ് ഡയറക്ടർ. സൂര്യയുടെ പടമൊക്കെ ചെയ്തേക്കുന്ന സൂരി, അതായത് ജ്ഞാനവേൽ സാർ എന്ന് പറയുമ്പോൾ JB-ൻ്റെ ഡയറക്ടർ. പുള്ളി പറഞ്ഞു, എനിക്ക് വഴക്കിങ്ങനെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് കണ്ടു, മോള് അതിന് പറ്റിയൊരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ഓക്കെ സാർ, ഞാൻ JB ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, പുള്ളിയോട് ഭയങ്കര ഇഷ്ടം. ഞാൻ പിന്നെ അപ്പം തന്നെ ഓക്കെ എന്ന് പറയാണ്. പക്ഷെ ഓഡിഷൻ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് അവർ ജനറൽ ഓഡിഷൻ ട്രിവാൻഡ്രത്ത് വെച്ചേക്കുന്നു, അതിൻ്റെ കൂടെ മോളെ വയ്ക്കുന്നു. അപ്പോൾ മോളെ ഓഡിഷൻ ഒന്നും ചെയ്യുന്നില്ല, അവിടെ ജഡ്ജസിൻ്റെ കൂടെ തന്നെ മോളെ അവിടെ ഇരുത്തുന്നു. ആ ഒരു ദിവസം 3 ദിവസം ഇവിടെ ഓഡിഷൻ ഉണ്ടായിരുന്നു. ആ 3 ദിവസം അവളവിടെ ഇരുത്തുന്നു. അവരെ കൂടെ എന്തെങ്കിലും ക്യാരക്ടർ ചെയ്യുമ്പോൾ മോളെടുത്ത് കയറി ചെയ്യാൻ പറയുന്നു, അവൾ കയറി ചെയ്യുന്നു. എന്നിട്ടും ഇവർ പറയുന്നില്ല. അന്ന് 3-ാമത്തെ ദിവസമാണ് ലാസ്റ്റ് അവർ പറയുന്നത്, ഇത് രജനീകാന്തും അമിതാഭ് ബച്ചനും സിനിമ. എനിക്കാണെങ്കിൽ എനിക്ക് അങ്ങ് വിറയിൽ ഇത് കിട്ടൂലേ. അതുവരെ ഞാൻ അവിടെ തമാശയൊക്കെ കളിച്ച് മോളെയും കൊണ്ട് രാവിലെ പോകും. ഇതാണ് അറിയണം, ഞെട്ടിപ്പോകുന്നു. ഇപ്പോഴും ഇവർ വിളിച്ചിട്ടില്ല. വിളിക്കാൻ പറയാന്നൊക്കെ പറയുന്നു. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞാണ് അതിനകത്ത് ഇന്നാവുന്നത്. അയ്യോ ഭയങ്കരമാണ് അത് ഞാൻ നോക്കിയപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞില്ല, ആത്മാർത്ഥത അതിനോടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ വരും. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഞാൻ അതിനോടനുബന്ധിച്ചൊരു ചോദ്യം ചോദിക്കാം കേട്ടോ. അതായത് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ് അരുൺ ചേട്ടൻ, മകളെ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ മോളുടെ ഒരു ഇന്റർവ്യൂവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ നിറത്തിനെ പറ്റിയിട്ട്. ഒരിക്കലും അതൊരു ഘടകമല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്തരം ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കേണ്ട കാര്യമില്ല. പേഴ്സണലി എൻ്റെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർക്ക് അറിയാം, ഒരു സംവിധായകൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടറിനെ അവിടെ പ്ലേസ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പം അതല്ലേ സാധാരണ സംഭവിക്കുന്നത്? അല്ല, ഈ ചോദ്യം എന്നെ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു മീഡിയയിൽ ഒരാളാണ് വന്ന് ചോദിക്കുന്നത്. അപ്പം ഞാനപ്പോൾ ഈ ചോദിക്കാൻ നേരത്ത് ഇതേപോലെ നടക്കുന്നത് ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ മോളെന്ത് പറയും എന്നാണ് ഞാൻ നോക്കിയത്, അവളെന്ത് പറയും അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവളത് വളരെ പക്വതയായിട്ട് പറഞ്ഞു. അത് ഞാൻ ഒരു ഞെട്ടിപ്പോയി. ഞാൻ അവിടെ അവളത് വളരെ പക്വതയായിട്ട് അവൾ സംസാരിക്കുന്നു, അവളായിട്ട് പറയുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ ചോദ്യം ചോദിച്ചോ, ചേട്ടൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇടുള്ളൂ. ഞാൻ നീ ധൈര്യമായിട്ട് ഇടുക, അതിനുള്ള മറുപടി അവള് പറഞ്ഞാടാ. അവളത് മറുപടി പറഞ്ഞു. പക്ഷെ അവളൊരു പക്വതയില്ലാത്തൊരു മറുപടിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും അത് വേണ്ടായിരുന്നു പറയും. അവളത് കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. അതാണ് സംഭവം. പിന്നെ ഇപ്പം നിറം എന്നൊക്കെ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഇപ്പോഴും ഉണ്ടെന്നേ. അതൊന്നും മാറ്റാൻ പറ്റില്ല. ഇപ്പം മോള് ഇപ്പം ന്യൂസായിട്ട് ഇപ്പം ഇരുനിറം എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്. അതിപ്പോൾ മോൾക്ക് ഇപ്പോൾ JC ഡാനിയൽ അവാർഡ് കുറേ അവാർഡൊക്കെ കിട്ടിയ സിനിമ. അത് സ്റ്റേറ്റ് അവാർഡിൽ ഫൈനൽ റൗണ്ടിൽ വന്ന പടമാണ്. അപ്പം കുട്ടികൾക്ക് ഈ വർഷം അവാർഡ് ഇല്ല, നിലവാരമില്ലാത്തതല്ലെന്ന് പറഞ്ഞാൽ അഭിവാദമായി. അപ്പം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു, എൻ്റെ മോക്ക് കിട്ടാത്തതിലല്ല പറഞ്ഞ, ഒരു സാധാരണക്കാരനായ ഒരു കുട്ടിക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ എൻ്റെ മോക്കുണ്ടായ ഒരു നേട്ടം ഉണ്ട്, അല്ലെങ്കിൽ അവളുടെ ഒരു ബിഹേവിയറിലുണ്ട്, സമൂഹത്തിൽ ഒരു അംഗീകാരമുണ്ട്. അത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് ഞാൻ അനുഭവിച്ചിട്ടൊരാളാണ്, അത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടണം. അല്ല ഇപ്പം ഞാൻ നോക്കാൻ നേരത്ത് ഇത്രയും 130 സിനിമ വന്നിട്ട് അതിൽ ഒരു കുട്ടികൾക്ക് അഭിനയം ക്വാളിറ്റി ഇല്ല. അന്ന പോട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണ്, ക്വാളിറ്റി ഇല്ല. പക്ഷേ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഏറ്റവും നല്ലൊരു കുട്ടിക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കും, ജൂറി മെൻഷൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ നോക്കുന്നത് നല്ല നടൻ ഓൾറെഡി ഒരാൾക്ക് കൊടുക്കുന്നു, പിന്നെ നോക്കുന്നത് 2 സപ്പോർട്ട് വേറെ പേർക്ക് സ്പെഷ്യൽ ജൂറി, അതേപോലൊരു സാധനം കൊടുത്തുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അത് ഭയങ്കര വിവാദമായി. പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം
ഒരു കുട്ടിക്കൊക്കെ ഒരു അവാർഡല്ലേ പ്രോത്സാഹനമൊക്കെ അല്ലേ കൊടുക്കേണ്ടത്. തീർച്ചയായും അവര് വളർന്നു വരുന്ന അതിന് ക്വാളിറ്റി ഇല്ലെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക, ഈ വർഷം ക്വാളിറ്റി ഇല്ലായിരുന്നു, നമ്മൾ അവാർഡ് കൊടുക്കുന്നു, ഉള്ളതിൽ നല്ലത് കൊടുക്കുന്നു, അടുത്ത തവണ നന്നാക്കാൻ ശ്രമിക്കുക. അല്ലാതെ കുട്ടികളുടെ സാധനം ക്വാളിറ്റി ഇല്ല, അവിടെ നമ്മൾ ഭയങ്കര താത്വിക അവലോകനം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ കുട്ടികളുടെ ചിത്രം, എൻ്റെ മോളെ പടം ചെയ്ത് വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ചെയ്തേക്കുന്നത് ആ സിനിമ. ജിൻഡോ എന്ന് പറയുന്നൊരു പയ്യനാണ് ആ പടം ചെയ്തേക്കുന്നത്. അവൻ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ, ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇടാ അഭിനേതാവിന് എന്ത് ക്യാരക്ടറും ചെയ്യാം, അത് അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും ഒരു ഈഗോ ഒന്നുമില്ല, ചെയ്യാൻ പറഞ്ഞു. അവർ ചെയ്തു. പക്ഷെ ആ പടം ഇപ്പം മനോരമ മാക്സിൽ വരുന്നു, അതിൻ്റെ റീലുകൾ 35 മില്യനൊക്കെയാണ് കാണുന്ന ആളുകൾ. ഓൾ ഇന്ത്യ ലെവലിൽ ബംഗാളിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അതൊരു ഹിന്ദി പാട്ടിൽ മിക്സ് ചെയ്തിട്ട് ബംഗാളിൽ നിന്നൊക്കെ എനിക്കൊരാൾ ഇമോഷണൽ. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയത് ഈ ജൂറി ഈ പഠനം ഇതൊന്നും ഇവിടെ നടക്കുന്നതല്ല, കുട്ടികൾ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് വരുന്ന കമൻറ്റുകൾ, ആയിരക്കണക്കിന് കമൻറ്റുകൾ, ഇത് നമ്മൾ അനുഭവിച്ചതാണ്, ഞാൻ ഇതിലൂടെ വന്നതാണ്, എനിക്ക് സ്കൂളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ള. ആ സ്റ്റേറ്റ് അവാർഡിന്റെ ആ ഒരു കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് തന്നെ ഭൂരിപക്ഷം ആളുകളുടെ കമന്റ്സും അത് തന്നെയായിരുന്നു. എന്തുകൊണ്ട് ആ ഒരു കുട്ടികളുടെ കാറ്റഗറി ഇല്ലാതെയായി. അതെ, അതന്ന് നമ്മളെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടപ്പോൾ സജീഷ് ചെറിയൻ സാറെന്ന് പറഞ്ഞു, ഇങ്ങനെയങ്ങ് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞു ഇനി കുട്ടികളുടെ ചിത്രത്തിന് നമ്മൾ അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെ ചിത്രത്തിന് ഒരു ഫണ്ടൊക്കെ കൊടുക്കുമെന്നൊക്കെ പുള്ളി പറഞ്ഞു. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ പോയി പുതിയ ഇപ്പോൾ വന്നിട്ടുണ്ട്, പുതിയ വിശ്വനാഥൊക്കെ ആകുമ്പോൾ എനിക്കൊന്നും സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ സിനിമയ്ക്ക് അവരൊക്കെ ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ട്, നല്ലതാവട്ടെ. ഇനി ചോദിക്കാനുള്ളത് ഏറ്റവും പുതിയ പടം, എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോകാനിരിക്കുന്ന ആളെ വിളിച്ചിട്ടാണ് ഞാൻ അനന്തങ്കാട് എൻ്റെ വളരെ ജ്യേഷ്ഠനായിട്ട് കാണുന്ന മുരളിച്ചേട്ടൻ ആണ്. പിന്നെ മറ്റൊരു ജ്യേഷ്ഠൻ കൃഷ്ണകുമാറേട്ടൻ. മുരളിച്ചേട്ടനാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്. പറഞ്ഞു അരുൺ, എൻ്റെ അടുത്ത് കൃഷ്ണകുമാറേട്ടൻ പറഞ്ഞു, അരുണെ ഇതിനകത്തൊരു 2 ഡയലോഗ് പറയുന്ന അല്ലെങ്കിൽ ഒരു 2 വാക്ക് പറയുന്ന ആളുകൾ പെർഫോം ചെയ്യണം. അങ്ങനെയാണ് ഇത് വന്നത്. നല്ലൊരു സമയം എടുത്താണ്. എനിക്ക് പോലും അതിനകത്ത് അഭിനയിക്കാൻ ഒരു സമയം കിട്ടിയില്ല ഈ കാസ്റ്റിംഗ് കാരണം. കുറേ പേരുണ്ട്. പുതുമുഖങ്ങളെന്ന് മാത്രമല്ല, ഒരുപാട് നാടകക്കാരുണ്ട്, തെരുവ് നാടകം കളിക്കുന്നവരുണ്ട്, പിന്നെ അങ്ങനെ ഏകാംഗം കളിക്കുന്നവരുണ്ട്, മിമിക്രി ചെയ്യുന്നവരുണ്ട്, കുറേ ആളുകൾ അതിനകത്ത്. ആ സിനിമ വന്നതിന് ശേഷം അവർക്കൊക്കെ ചേട്ടനോട് എന്താ വിളിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ചേട്ടൻ്റെ അടുത്ത് പറയാനുണ്ടായിരുന്നത്? അല്ല, നമ്മള് എല്ലാവർക്കും സന്തോഷമാണെന്നേ, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അത്. ഈ മെയിനായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു പടത്തിൽ അതിൽ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ അനന്തങ്കാട്ടിലൊരു മോനുണ്ട് എൻ്റെ കൂടെ, എൻ്റെ ഒരു ചേട്ടനാണ്, പുള്ളി നാടകക്കാരനാണ്, പുള്ളിയുടെ മോനാണ്, പുള്ളി ഒരു 10-25 വർഷമായിട്ട് നാടകക്കാരനാണ്. അപ്പോൾ പുള്ളിയുടെ മോൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നു, അവൻ വന്ന് കയ്യടി വാങ്ങുന്ന സീൻ, എൻ്റെ സീൻ കയ്യടിക്കുന്നു, ആ ലാസ്റ്റൊക്കെയുള്ള ഇമോഷൻ സീനിലൊക്കെ മോൻ തകർക്കുന്നു. സിനിമ കണ്ടുകഴിയുമ്പോൾ അവനെ വന്ന് ഇങ്ങനെ ആളുകൾ വളയുന്നു. അത് ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇതാണല്ലോ. അതൊരു ഞാനിതെല്ലാം കണ്ടു വന്നോണ്ടേ നമുക്ക് അതിൻ്റെ കണക്റ്റായിട്ട് ഭയങ്കര ഇമോഷണലി കണക്റ്റാണ്. പിന്നെ എനിക്കൊരു ഇപ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതിന് അത്രയ്ക്കുള്ള അവസരങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ ചോദിക്കാൻ സംഭവം, അതായത് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറായി മാറിയപ്പോൾ ഒരുപാട് പരിചിതമായിട്ടുള്ള മുഖങ്ങൾക്ക് ഒരുപാട് ഇത് കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ മാമൻ, ആ ഒരു ഗ്രൂപ്പൊക്കെ. അപ്പോൾ അതല്ലാതെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ ചേട്ടാ എനിക്കൊരു വേഷം തരണം അങ്ങനെ വന്ന് പറഞ്ഞ് പിന്നെ അവരോട് നോ എന്ന് പറയേണ്ട അവസരം വന്നു കഴിഞ്ഞു. അല്ല, ഞാൻ അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോഴിപ്പോൾ ഈ അനന്തങ്കാടിൻ്റെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2-3 ദിവസം തിരക്കായതുകൊണ്ടാണ് അത് നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് പോയിട്ട് ഇവരെയൊക്കെ ആ ഗ്രൂപ്പിലോട്ട് ഇൻവൈറ്റ് ചെയ്തിടും. എന്നിട്ട് ഞാൻ ഈ ഗ്രൂപ്പ് വഴിയാണ് കൂടുതലും ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ എനിക്കൊരു ഡയറക്ടർ വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഇത്രയും ക്യാരക്ടർ വേണമെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിലിടും. അപ്പോൾ അവർ ഫോട്ടോ തരുന്നതാണ് എൻ്റെ ഡേറ്റാബേസ്. പിന്നെ അല്ലാതെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും നമ്മൾ കണ്ടുപരിചയം കുറേ ആളുകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം എല്ലാ സിനിമകളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ കുറച്ച് ആളുകളെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവസരങ്ങൾ വരാൻ എനിക്കും ഗുരുവിൽ വർക്ക് കിട്ടിയാൽ മാക്സിമം പുതിയ ആളുകൾക്ക് കിട്ടാൻ കൊടുക്കാൻ പറ്റും. ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ എല്ലാം അങ്ങനെയുള്ള ആളുകളെയാണ് കൊണ്ടുപോയത് വന്ന്. അതിപ്പോൾ ഒരുപാട് 40 വർഷം നാടകം കളിച്ചവർ, അല്ലെങ്കിൽ ഇപ്പോൾ അനിൽരാജേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളി സിനിമയിൽ അഭിനയിക്കുമെന്ന് പുള്ളിക്ക് പോലും അറിയത്തില്ലായിരുന്നു. പുള്ളി അഡീഷണൽ സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റിലെ.
അപ്പം ഇങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഒരുപാട് അവസരങ്ങൾ ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റി. കാരണം അച്ഛൻ ആഗ്രഹിച്ചിരുന്ന ഒരു അഭിനയ മോഹം എന്ന് പറയുന്ന മകൾ അവിടുന്ന് തനിക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്ക് അവിടുന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി. അല്ല, ഈ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ലെവൽ കാസ്റ്റിംഗ് ഞാൻ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അതാ പറഞ്ഞ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അതിനെ കുറച്ചും കൂടെ ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ സീരിയസ് സിറ്റ്കോം ഒക്കെ വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറെ പേർക്കൊക്കെ നമുക്ക് അവസരം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് വലിയ കാര്യം. അത് നമുക്ക് ഞാൻ ഉറപ്പായിട്ട് ഇതിലൂടെ പറയാനുള്ളത്, എനിക്ക് അവസരങ്ങൾ വരട്ടെ മാക്സിമം. എനിക്കിപ്പോ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഒരു ഡയറക്ടറിനെ കൊടുക്കുകയാണെങ്കിൽ ഒരു 10 ഓപ്ഷൻ അവർ കൊടുക്കും. അതിന് ഇഷ്ടപ്പെടുകയും സെലക്ട് ചെയ്യുന്നൊക്കെ ഡയറക്ടറാണ്. ആ ആളെ കഴിവ് കണ്ടെത്തുകയും അയാളെ പിഴിഞ്ഞെടുക്കുകയും കയ്യടി വാങ്ങിച്ചു കൊടുക്കുന്ന ഡയറക്ടർ തന്നെയാണ്. സൻസാർ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതെന്റെ ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം അയാൾ സെലക്ടഡ് ആവും. പിന്നെ ഇപ്പൊ അവസരങ്ങളുണ്ട്. ഇപ്പൊ വിപിൻ ദാസ് എന്ന് പറയുന്ന ആള്, പുള്ളിയൊക്കെ അല്ലേ, പുള്ളിയൊക്കെ കൂടെ ഉള്ളവരെയും എന്തുമാത്രം പുതിയ ആളുകളെ പുള്ളി രക്ഷപ്പെടുത്തി. പുള്ളി തലവരെ മാറ്റി വിടുന്നില്ലേ റീൽ ചെയ്യുന്നവർ. ഇപ്പം പണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകളെ പോലെ ഇപ്പൊ റീൽ ചെയ്യുന്നവരെ എല്ലാവരും എടുക്കല്ലേ. വിൻദാസ്, നിതീഷ് സഹദേവ്, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വരുവാ. ഞാൻ റീലുകൾ കാണുന്നതില് ഞാൻ അദ്ദേഹത്തിന്റെ റീലുകൾ, ജഗതി സാറിന്റെ അതേപോലെ പുള്ളിക്കാരൻ ചെയ്യുന്ന വീഡിയോസ് കംപ്ലീറ്റ് ജഗതി സാറിന്റെ ഡയലോഗ്സ് ആണ്. സിനു ജോൺ അറിയാം, ഞാൻ ഈ മിക്ക റീലും കാണാറുണ്ട്. ഒരു രക്ഷയില്ല. ഞാൻ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇരിക്കാനായിട്ട്. വേറെ കാര്യം എന്ന് വെച്ചാൽ എന്നെ കാസ്റ്റിംഗിൽ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. പുള്ളിക്കാരത്തി ഈ റീലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടേക്കും, സേവ് ചെയ്തൊക്കെ ഇട്ടേക്കും. ഞാനിതെന്നെ പറയും, ഇയാൾ നമുക്ക് വിളിച്ചാലും അവള് ഓപ്ഷൻ തരാൻ ഭയങ്കര കിട്ടില്ലാണ്. പുള്ളിക്കാരത്തി തന്നെ കാസ്റ്റിംഗിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മക്കളോ? പിന്നെ മക്കളും എല്ലാവരും ഒക്കെ, മൂത്ത മോളൊക്കെ അവളുടെ കൂട്ടുകാരെയൊക്കെ ഒരുപാട് പേര് ഇതിനകത്തൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം. പിന്നെ ഈ ചില കാസ്റ്റിംഗ് നമുക്ക് റിസ്ക്കുമാണ്. ഇപ്പം നമ്മള് ഇപ്പൊ സജിൻ ബാബുവിന്റെ പടം ഞാൻ തിയേറ്റർ, അതൊരു മീഡിയ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയായിരുന്നു. കൂടുതലും ചർച്ച ചെയ്യുന്ന ആളുകൾ, ടി വിക്കാര്, റിപ്പോർട്ടർ, ജേർണലിസ്റ്റുകൾ. അപ്പൊ അങ്ങനെ ഉള്ളവരൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും ചാനലിലാണ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ സജിനും ഞങ്ങളുടെ റിസ്ക് എന്ന് വെച്ചാൽ നോർമൽ ആളുകളെ ഇതിനകത്ത് കൊണ്ടുവരിക, പഠിപ്പിച്ച് അങ്ങനെ ഒരാക്കുക. അത് പിന്നെ സിംഗ് സൗണ്ടാണ് സജിന്റെ പടം. അത് ഞാൻ ഈ അടുത്ത സമയത്ത് എനിക്ക് കാസ്റ്റിങ്ങിന് ഏറ്റവും കൂടുതൽ എനിക്ക് അഭിപ്രായവും അഭിനന്ദനവും കിട്ടിയൊരു സിനിമയാണ് തിയേറ്റർ. എന്നുവെച്ചാൽ എല്ലാ ആളുകളും പുതിയ കാസ്റ്റിംഗിൽ കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പൊ ചെയ്തു വരുന്നില്ലേ? ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ കുറെയൊക്കെ നമ്മള് ഈ സിനിമയിൽ ചെയ്ത് ഇപ്പം ഫാലിമിയിലൊക്കെ എന്ന് വെച്ചാൽ അവര് തന്നെ കൊടുത്തോളും. വിപിൻ ഭായിരൊക്കെ അവര് തന്നെ സെറ്റ് ചെയ്തോളും. ഒന്നും വിപിൻ ഭായും നിതീഷും ഞാനിപ്പോ നമ്മുടെ ഡയറക്ടേഴ്സ് ഭയങ്കര ഗുണമാണ്. ഇപ്പൊ സജിനൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം, അവരിൽ കളിമണ്ണ് പോലെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെ. ഇപ്പൊ വാഴയുടെ ആനന്ദ് മേനോനായാലും, വിൻദാസ് ആയാലും, നിതീഷ് സഹദേവ് ആയാലും, സജിൻ ബാബു ആയാലും, സനൽകുമാർ ശശിധരൻ, എല്ലാവരും ഞാൻ വർക്ക് ചെയ്ത സിനിമകളെല്ലാം ഡയറക്ടേഴ്സ് കിട്ടിലങ്ങളായിരുന്നു. അതുകൊണ്ടെല്ലാം വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ കൊണ്ടുവന്നവരെല്ലാം വലിയ സ്റ്റാറുകളാവുന്നു. അതൊക്കെ വലിയൊരു ഭാഗ്യം. അത് ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു കോമഡി ആണെങ്കിലും ഒരു സീരിയസ് ആണെങ്കിലും, ഈവൻ അരുൺ ചേട്ടൻ വാഴയിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊന്നും പറയാൻ പറ്റും ഇപ്പൊ? അല്ലേ, അത് സത്യം പറഞ്ഞ ഈ ഗൾഫിലുള്ള സംഭവം, ആ അച്ഛനും ആ സാധനം, അത് ബിപിൻ ഭായി അന്ന് എനിക്ക് ഷൂട്ട് ചെയ്ത ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ എല്ലാ അച്ഛന്മാരെയും കഴിഞ്ഞിട്ടാണ് ബിപിൻ ഭായി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ, അരുൺ ചേട്ടാ നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് പോവാ, ഒരു കിടിലൻ സാധനമുണ്ട്, ഞാൻ വരാൻ പറ്റും. അങ്ങനെ ഞാൻ നേരെ അവിടെ ചെല്ലുന്നു. അപ്പോൾ ആനന്ദ് മേനോൻ ഡയറക്ടർ എന്നെ കോട്ടന് അസീസ് നെൽവങ്ങാട് ചെയ്ത സാധനം അവിടെ കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ കാണുക. ഞാൻ ഇത് കണ്ടോടെ എൻ്റെ കോൺഫിഡൻസ്, അസീസ് എന്തോ അസാധ്യമായിട്ട് ചെയ്തു വെച്ചേക്കുന്ന പറയും. എൻ്റെ പോയി. അപ്പം എൻ്റെ അടുത്ത് ഇവർ പറയാണ്, അതിൻ്റെ അസോസിയേറ്റ് പറഞ്ഞ്, ഇതിങ്ങനെ കുറേ ലെയർ ആയിട്ട് വരും, അപ്പോൾ അതിലൊരു ലെയറാണ് നിങ്ങൾ. അപ്പോൾ എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ലെയർ കയറ്റി വരുമ്പോൾ എൻ്റെ തത്വം ഇങ്ങനെ ഡൗൺ ആയിപ്പോ. എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ദിവസമൊക്കെ കുറച്ച് സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വിപിൻദാസും വിപിൻദാസ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, അണ്ണാ നിങ്ങളെയാണ് ഞാൻ ഇതിൽ വിളിച്ചത്. പുള്ളിയുടെ രീതി ഇതാണ്, നിങ്ങളെയാണ് ഞാൻ ഇതിനകത്ത് വിളിച്ചത്.
നിങ്ങളിത് ചെയ്ത് തീർത്തിട്ടേ നിങ്ങളെ വിടുകയുള്ളൂ, അത് കഴിഞ്ഞിട്ട് യൂണിറ്റും പോകുള്ളൂ. ഇത് ആനന്ദൻ്റെ അരുൺ ചേട്ടാ ഒരു ആനന്ദം എന്ന് പറയുന്നത് ചേട്ടാ ഒരു ടെൻഷനും വേണ്ട, ചേട്ടാ കൂളായിട്ട് നിന്ന് എടുക്കുക. പിറ്റേന്ന് രാവിലെ വന്നു ഉച്ചയായപ്പോൾ അത് തീർന്നു. പക്ഷെ തലേദിവസം ഞാൻ വെള്ളം കുടിച്ചു, അതൊരു സാധനമാണ്. പക്ഷെ അതിനുശേഷമാണ് നമുക്ക് ആക്ടിങ് കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ സെൽഫായിട്ട് പഠിക്കണം എന്നൊക്കെ തോന്നി. ഇപ്പൊ കമ്മട്ടം ഞാൻ ചെയ്തപ്പോൾ റിസ്ക് ആയിരുന്നു. 11 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. 3 എപ്പിസോഡ്. കമ്മട്ടത്തെ ഞാൻ മെയിൻ വില്ലനായിരുന്നു. മെയിൻ വില്ലനായിരുന്നു. അത് 11 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന 47 ലൊക്കേഷനുണ്ട്. ഭയങ്കര റിപ്പീറ്റ് ഒന്നുമില്ല, നമ്മൾ കാണാതെ പഠിച്ച് വെച്ച്. അപ്പോൾ ഞാൻ മനസ്സിലായി, കാരണം എപ്പോൾ വേണോ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്യും, മഴയുണ്ട് ഇതിനിടയിൽ. ഇതൊന്നും ഡയറക്ടേഴ്സ് എപ്പോൾ വേണോ എന്ത് ഷൂട്ട് ചെയ്യാം, ഇവിടെ ഒരു ലൊക്കേഷൻ കണ്ട് അവിടെ നിർത്തി ഷൂട്ട് ചെയ്യും. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വീഴും ഇവരുടെ ഇടയിൽ. അത് ബാക്കി എല്ലാം കിടിലങ്ങളാണ്, ആർട്ടിസ്റ്റുകളാണ്. ജിയോ ബേച്ചേട്ടൻ, അജയ് വാസുദേവ്, സുദേവ് നായർ, ഇവരെല്ലാം കിടിലമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൈ നമ്മൾ പോകും. ഞാൻ എന്ത് ചെയ്തു, ഇത് A-Z മൊത്തം പഠിച്ച് എന്റെ ഡയലോഗും സുദേവിന്റെ ഡയലോഗ് എവിടെ അവസാനം അസോസിയേറ്റ് ഒക്കെ ചോദിക്കും, ചേട്ടാ ഇവിടെ ഏത് ഡയലോഗ്, എൻ്റെ അടുത്ത് ചോദിക്കാം ഇവിടെ ഈ ഡയലോഗ്. അപ്പൊ നമുക്ക് എവിടെ വേണം പ്ലേസ് ചെയ്യാൻ പറ്റും. അതൊരു ഹാർഡ് വർക്കാണ്. അതെ, അത് പഠിച്ചു വെച്ചാൽ പിന്നെ എന്താണ് ഇങ്ങോട്ട്. പിന്നെ നമ്മളിപ്പം ഞാനിത് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം അഭിനയിക്കാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് 2500 രൂപയ്ക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ വരുമാനം തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പഠിക്കണം. നമ്മുടെ എക്സ്പീരിയൻസ് മാറിക്കൊണ്ട്. ആ എക്സ്പീരിയൻസ് മാത്രമല്ല, നമ്മൾ പഠിച്ച് അവരോട് അതിനൊരു ആത്മാർത്ഥത കാണിക്കണം. തരുന്ന വേഷത്തിനോട് ഒരു ആത്മാർത്ഥത കാണിക്കണം. കാരണം ഇത് കാണുന്ന ഒരു പ്രേക്ഷകന് അറിയില്ല അതിന്റെ പുറകിൽ എത്ര ബുദ്ധിമുട്ട്. എൻ്റെ അടുത്ത് അനൂപ് ബാവുലേൻ പറയാറുണ്ട്, അണ്ണാ നിങ്ങൾ എന്നാലും അഭിനേതാവിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ പറയാം. അനൂപ് ബാവുലേൻ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അണ്ണാ നിങ്ങൾ ചില സമയം നഴ്സറിയിലായിരിക്കും, ചില സമയം നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കും, കിഡിലായിട്ട് ചെയ്യും, അടുത്ത എപ്പിസോഡ് കയറുമ്പോൾ നിങ്ങൾ വീണ്ടും നഴ്സറി പോയി കിടക്കും. ഇത് നിങ്ങൾ മാത്രം ഇത്ര നാളാണോ നിങ്ങൾ, ചില സമയമൊക്കെ പറ്റുമെന്നേ. എനിക്ക് ചില അനൂപാണ് നമ്മളെ ഈ മോൾഡ് ചെയ്തത്. ചില സമയം ഞാൻ അനൂപിൻ്റെ നന്നായിട്ട് ചെയ്യും, അടുത്ത് ചെയ്യുമ്പോൾ ഞാൻ വിട്ടു, എന്തറിഞ്ഞൂടാ, ഞാൻ അനൂപ് ടെൻഷനെ, എൻ്റെ പൊന്നെണ്ണ ഒന്ന് പോകുന്ന എന്നെ പറയാം. ഈ അനൂപ് ആണ് നമ്മളെ മോൾഡ് ചെയ്തത്. ആണ് ധൈര്യം വലിയ ഇപ്പൊ കമ്മട്ടത്തിലൊക്കെ ചെല്ലാന്നർത്ത് സുദേവിന്റെ പോർഷൻ മൊത്തത്തിൽ എടുത്തങ്ങ് പോവുക, മൊത്തത്തിലെടുത്തങ്ങ് പോവുക. അപ്പൊ പിന്നെ നമ്മളെ പോർഷൻ പിന്നെ ആയിരിക്കും എടുക്കുന്നത്, അത് 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയൊക്കെ ഉള്ള സാധനം ഡയറക്ടർ പറഞ്ഞുതരും, ഷാൻ റഹ്മാൻ പറഞ്ഞുതരും, അണ്ണാ ഇങ്ങനെയാണ് സാധനം, ഇവിടെ ഓർത്ത് വെക്കണം, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, അണ്ണ ഇവിടെ ചെയ്യുന്നതിൻ്റെ അപ്പുറത്താണ്. ഷാൻ റഹ്മാൻ തരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ അനൂപ് നമുക്കൊന്നൊരു ധൈര്യമുണ്ട്, അണ്ണാ നിങ്ങൾ മനസ്സിൽ പറയുന്നതിന് മുമ്പ് കയറുന്നതിന് മുമ്പ് 3 തവണ ഒന്ന് ആലോചിക്കണം, ആലോചിച്ച് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ ഷാൻ നമുക്ക് തരുന്നൊരു ധൈര്യമുണ്ട്. ഷാൻ എന്ന് പറഞ്ഞാൽ ഒരു ആജാനുവാകുക, ഒരു ജിമ്മന്. പുള്ളി രാവിലെ 6 മണിക്ക് തുടങ്ങിയ 12 മണിക്കും പുള്ളി നിർത്തൂല. എന്നുവെച്ചാൽ 11 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യണ്ടേ. അപ്പൊ പുള്ളിയുടെ ഒരു എനർജി കണ്ടാൽ നമുക്കൊന്നും അയ്യോ പുള്ളി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, നമ്മൾ അത്രയും വർക്ക് ചെയ്യണം. അതാണ് അതിന്റെ സംഭവം. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, ഇതിനിടയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നില്ലേ, ഒരു തൊണ്ട? അയ്യോ, വാഴ ചെയ്തപ്പോൾ വാഴ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബ്രേക്കായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇന്ന് ഞാനത് പടങ്ങളെന്ന് പറയുന്നില്ല, മലയാളത്തിൽ അറിയപ്പെടുന്ന കുറേ സിനിമകളിൽ നിന്ന് എന്നെ വിളിക്കുന്നു. നല്ല ക്യാരക്ടറുകൾ, പല ആളുകളുടെയും മാമൻ അച്ഛൻ എന്നുള്ള ക്യാരക്ടറൊക്കെ കിട്ടാൻ വേണ്ടി എന്നെ വിളിക്കുന്നു. എല്ലാം ഏകദേശം കൺഫേം ആവുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വത്സല ക്ലബ് എന്ന് പറഞ്ഞ അനീഷിൻ്റെ ഒരു പടം ചെയ്യുന്നു. അതിനകത്ത് ഇത്തിരി ബഹളവും പരിപാടിയൊക്കെ ഉണ്ടായിരിക്കുന്നു. അത് ഡബ് ചെയ്തിട്ട് വന്നിട്ട് പിറ്റേ നോക്കുമ്പോൾ എനിക്ക് സൗണ്ട് ഇല്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നേരെ അവിടെ ചെല്ലുന്നു. ഇവിടെ ഒരു ENT പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോൾ അവർ എൻഡോസ്കോപ്പി ചെയ്യാൻ നടത്താണ്. അകത്തൊരു മുഴ, ഒരു എന്താ മുഴ എന്ന് വെച്ചാൽ ഒരു പോളിപ്പ് പോലെ സാധനം. അപ്പോൾ അവർ ബയോപ്സിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവാനുഗ്രഹമായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പം സുജിത് റോയ് എന്ന് പറഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നു. സുജിത് റോയ് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വെള്ളമടിയും പോകലൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ബയോപ്സി ഒന്നും പോകണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. പുള്ളി ഒരു കൂടുതൽ സംസാരിക്കുകയൊന്നുമില്ല, പക്ഷെ പുള്ളി സംസാരിക്കുന്നതിൽ പറയുന്ന കാര്യത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മുഴ വരുന്നു, ബയോപ്സി എടുക്കാൻ വരുമെന്ന് പറയുമ്പോൾ മാനസികം നമുക്ക് തകർന്നു, നമ്മളെ ഇതുവരെയുള്ള സംഭവങ്ങളെല്ലാം പോകുന്നു. പിന്നെ ആ ഒരു 10 ദിവസം ഞാൻ എൻ്റെ പൊന്നു നമ്മുടെ നമ്മൾ തകർന്ന് തരിപ്പണായി പോയി. അങ്ങനത്തെ ഒരു ഇതിലായി. പിന്നെ സുജിത് ഡോക്ടർ ഒരാഴ്ച കഴിയുമ്പോൾ ചെല്ലും. 10 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇത് ഇനി അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഇനി മൊത്തത്തിൽ മാറണമെങ്കിൽ നിങ്ങൾ ഒരു 50 ദിവസങ്ങളും എടുക്കും നിങ്ങളുടെ സൗണ്ട് കറക്റ്റ് ആകാൻ. അപ്പം നമുക്ക് നേരെ വോയിസ് തെറാപ്പി,
വോയിസ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ് ഒന്നേന്ന് തുടങ്ങുകയാണ്. അപ്പോൾ സൗണ്ട് എനിക്ക് സംസാരിച്ചാൽ ഇതേ കണക്ക് പുറത്തു വരില്ല. സംസാരിക്കാൻ പറ്റും, പക്ഷേ വരില്ല, പുറത്തു വരില്ല, സൗണ്ട് വരില്ല. അതാണ് സംഭവം. അപ്പം സുജിത് ഡോക്ടറെ കെയർ ഓഫ് കൂടെ നിന്നിട്ട് മെഡിക്കൽ കോളേജിൽ പുള്ളിയെ പോയി കണ്ടിട്ട് പുള്ളി ഒരു 5 മാസം കൊണ്ട് ആണ് നമുക്ക് സൗണ്ട് പിന്നെ വരികയും, പിന്നെ ഞാൻ ഒരുപാട് വർക്ക്ഷോപ്പുകൾ എടുക്കുമായിരുന്നു. 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ കണ്ടിന്യൂ സംസാരിക്കുമായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പുകളൊക്കെ കുറച്ച് പിന്നെ സൗണ്ടിന് പിന്നെ സുജിത് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ സിമ്പിളായിട്ട് പുള്ളി തമാശയ്ക്ക് പറഞ്ഞെങ്കിൽ അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. കാരണം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളുണ്ടാവും, നമ്മുടെ ലക്ഷ്യങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് കുറേ ബാധ്യതകളുണ്ടാവും, നമുക്ക് കുറേ നമ്മുടെ മക്കളുണ്ടാവും, വൈഫുണ്ടാവും, കുടുംബം ഉണ്ടാവും, എല്ലാം. പക്ഷെ നമ്മൾ ഇതിലെല്ലാം മറന്നു പോകുന്ന ഒരു കാര്യം നമ്മുടെ ശരീരം. നമ്മളെ മറന്നു പോകും. ഇതെനിക്കുണ്ടായിരുന്നു. എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാൻ ഈ സിനിമയിൽ പോകുമ്പം ഇത് വരുമാനത്തിന് ഡിസൈൻ ചെയ്യും, ഫോട്ടോഗ്രാഫി പോകും, എന്നിട്ട് രാത്രി ഇരുന്ന് വർക്ക് ചെയ്യും, എന്നിട്ട് 12 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, പോയി പൊറോട്ടയും ബീഫും കഴിക്കും, എന്നിട്ട് വേറെ ഒരു 2 മണി 3 മണിയാകുമ്പോൾ പോയി കിടക്കും. ഇത് ഈ അസിഡിറ്റി കൊണ്ടാണ് വന്നത്. അസിഡിറ്റി കൊണ്ടുവന്ന് ഏമ്പക്കം, അങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് പിന്നെ തുടക്കത്തിലേ അറിഞ്ഞതൊക്കെ ഭാഗ്യമായി. അതെ. അപ്പം സുജിത് ഡോക്ടർ പറഞ്ഞ കറക്റ്റ് ടൈമിൽ ആഹാരം കഴിക്കുക. രാത്രി ഒരു കിടക്കുന്നതിനും ഒരു 3-4 മണിക്കൂർ മുമ്പ് ആഹാരം കഴിക്കണം എല്ലാ മനുഷ്യരും. അപ്പം എനിക്ക് ഷുഗറുണ്ട്, BP ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പുള്ളിയാണ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരം നോക്കിയാലേ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും. പുള്ളി ഭയങ്കര സിമ്പിളായിട്ടൊക്കെ പറയും, നിങ്ങളുടെ ശരീരം നോക്കിയാൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും, സൗണ്ടല്ലേ അഭിനയിക്കാൻ പറ്റും, നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് വേണോ നിങ്ങൾ ചെയ്യും. അപ്പം അതൊരു ഇതായിരുന്നു, ഭയങ്കര ഒരു തുടക്കം. പിന്നെയാണ് ഞാൻ വെയിറ്റ് കുറച്ച് 28 കിലോ കുറച്ച്. 28 കിലോ 112 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 28 കിലോ കുറച്ച ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചോദിച്ചു, അണ്ണാ നിങ്ങൾ മറ്റേ വണ്ണം കുറച്ചാണ്, ഞങ്ങളെ പടത്തിൽ മാമനായിട്ട് വിളിക്കാറുണ്ട്. അത് പോയി പറഞ്ഞു അത്. അപ്പം ഞാൻ പറഞ്ഞടാ, ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരോഗ്യം കൂടെ വേണ്ടേ. അതെ, നമ്മളുണ്ടെങ്കിലല്ലേ ആ മാമൻ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞടാ, മുടിയൊക്കെ നരച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇപ്പൊ വണ്ണം കുറച്ചപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടർ വേണമെങ്കിൽ ഒരു 10 ദിവസമൊക്കെ ഒന്ന് ആഹാരമൊക്കെ ഒന്ന് കഴിച്ചൊന്ന് ചെയ്താൽ കുറച്ച് വണ്ണം വരും. അത് തന്നെ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് കുറയ്ക്കാനും പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസും കൂടി വന്നു. പിന്നെ ഈ വണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഭയങ്കര ഡയറ്റ്. ഞാൻ അങ്ങനെ ഡയറ്റ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വളരെ ആഹാരം കുറച്ചെന്നേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു, കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു. ഫ്രീ ടൈമുകളിൽ നമ്മൾ കുറച്ച് സമയം അതിന് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ അതെ, അങ്ങനെ തന്നെ കുറഞ്ഞു. പിന്നെ എല്ലാത്തിനും ആഗ്രഹം വേണം, അതാണ് നമ്മളുടെ ഇതാണ്. ആ ആഗ്രഹം വേണം. നമുക്ക് വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹം വേണം. പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയ പ്രൊജക്റ്റുകൾ എന്നാണ് ഇപ്പോൾ സജിൻ ബാബുവിൻ്റെ പുതിയൊരു പടമുണ്ട്, കൊടുങ്ങല്ലൂർ ഭരണി ബേസ് ചെയ്ത്. അതിപ്പോൾ പത്രങ്ങളിലൊക്കെ ഭയങ്കര വിവാദമായൊരു സിനിമ, ഇടയ്ക്ക് വെച്ച് ഷൂട്ട് ചെയ്ത സ്ഥലം. അതെ, ആ ഒരു സിനിമയുടെ അതാണ് ഞാൻ അതിൽ പ്രൊജക്ട് ഡിസൈൻ, അതിന് വേണ്ടി സിനിമയ്ക്ക് ആവശ്യമായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുകയും അതെ അതൊരു ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൊജക്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിന് പുള്ളിയുടെ കൂടെ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള അറിഞ്ഞ് പ്രൊജക്ട് ഡിസൈൻ ചെയ്തു. അതാണ് അടുത്ത സംഭവം. പിന്നെ വേറൊരു വലിയൊരു പടമാണ്, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അതിലൊരു കാസ്റ്റിംഗ് ഡയറക്ഷൻ വരുന്നുണ്ട്, അതിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അതിനേക്കാളുപരി ഈ 50 ദിവസം നമ്മൾ റൂമിലിരിക്കുമ്പോൾ നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ എഴുത്ത് തുടങ്ങിയത്. ഇപ്പം നമ്മൾ വൈഫിൻ്റെ അടുത്ത് പറയണമെങ്കിൽ എഴുത്ത് പറഞ്ഞു, എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞാൽ ചായ. അങ്ങനെയാണ് എഴുത്ത് പരിപാടി. അതെ, മൊബൈലിലാണെങ്കിലും ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഴുതും. കൂടുതലും പേപ്പർ കൊണ്ടുപോയിട്ട് എഴുതുകയാണ് ചെയ്തത്. പിന്നെ സിനിമകൾ കാണുന്നു, അങ്ങനെ അല്ല വേറൊരു വഴിയില്ല. അങ്ങനെ ഇരിക്കാൻ നടത്താൻ വീട്ടിലൊരു സുബ്രഹ്മണ്യപുരത്തിൻ്റെ ഒരു തിരക്കഥ ഇരിക്കുന്നു, 1-2 തിരക്കഥകളായിരിക്കുന്നു. എന്നിട്ട് ആ സിനിമകൾ കാണുന്നു, അതിലെഴുതിയിരിക്കുന്ന എങ്ങനെ ഇങ്ങോട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്കൊരു സിനിമ എഴുതിയാലോ എന്ന് തോന്നുന്നത്. സിനിമ എഴുതിയാലോ. അപ്പോൾ വൈഫൊക്കെ എഴുതുന്ന അച്ഛനാ, എൻ്റെ മക്കളൊക്കെ ചോദിക്കുന്നത് അച്ഛൻ സിനിമ എഴുതാൻ പോകണം, അപ്പോൾ എൻ്റെ പോന്നൊക്കെ കളിയാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിൽക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാനിരുന്ന് ചുമ്മാ കുത്തിക്കുറച്ച് വരച്ച് എഴുതി. ഒരു 5 മാസം കൊണ്ട് ഒരു സംഭവം എഴുതി. ഞാനിങ്ങനെ മനസ്സിൽ തന്നെ ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഞാനിങ്ങനെ 1-2 പേരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ത്രെഡൊക്കെ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട്, അവിടെ ഇങ്ങനെ ഒരു മനസ്സിലൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ശരൺ എന്ന് പറയുന്നൊരു ഫ്രണ്ടുണ്ട്, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ കേരളത്തിൽ, ഞാൻ ഡയറക്ടറുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറെ അടുത്ത് അവൻ എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പുള്ളിയുടെ അടുത്ത് ആദ്യമായിട്ട്
ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് കഥ പറയുന്നു. പുള്ളി പറഞ്ഞു തീർന്നോടെ പറഞ്ഞാൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമ്മളിത് സിനിമ ആക്കാം. ഒരു പ്രൊഡ്യൂസർ വരുന്നു, മലയാളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടനെടുത്ത് നമ്മൾ കഥ പറയുന്നു. ഏകദേശമൊക്കെ എല്ലാവർക്കും ആയിട്ടുണ്ട്, ചിലപ്പോൾ അത് ഉടനെ നടക്കും. അതാണ്. അപ്പം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളതിൽ ഇരിക്കരുത്, നമ്മൾ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പം ഞാൻ അവിടെ റൂമിൽ ഇരുന്നപ്പോൾ നമുക്ക് അവിടെ റൂമിൽ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതാണ് നമ്മൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല, വെറുതെ ഇരിക്കായിരുന്നു. അതെ, എനിക്ക് ജീവിതത്തിൽ എനിക്ക് എഴുതാൻ വേണ്ടി തോന്നിയില്ല. പക്ഷെ എന്നെ ഞെട്ടിച്ചത്, ഞാൻ നല്ലൊരു ഡയറക്ടറിൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ പുള്ളി അത്, ഞാൻ ആ പുള്ളിയുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, എന്ന് വെച്ചാൽ പടമൊക്കെ ചിലപ്പോൾ ഉടനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുക, അതാണ് കാരണം. അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക. ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം, അരുൺ ചേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ, ഇത്രയും നേരം സംസാരിച്ചപ്പോൾ, അരുൺ ചേട്ടൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ലൈനപ്പ് ആയിട്ട് അരുൺ ചേട്ടന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിരിക്കണം, അങ്ങോട്ട് പോയി തേടി പിടിക്കേണ്ടി. ചിലപ്പോ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടാവാം, എന്നാൽ പോലും എല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അതെ, വിചാരിച്ചതല്ല, നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ. അപ്പൊ ഞാൻ എനിക്ക് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അത് ഓർമ്മിരിക്കുന്നുണ്ട്, എൻ്റെ മോളിലൂടെ. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ എൻ്റെ മോക്ക് കിട്ടി, ഇത്രയേ ഉള്ളൂ. ഇത് പണ്ട് നമ്മൾ താരങ്ങൾക്കും ഇതൊക്കെ കിട്ടിയ സാധനം വീട്ടിൽ വരുന്നു. ആര് വിചാരിച്ചാലും ഇതൊക്കെ ചെയ്യാം. തീർച്ചയായും. ചിലപ്പോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അവാർഡിന്റെ സമയത്ത് ചേട്ടൻ ഫോട്ടോ എടുക്കാൻ പോയി കാണും. എത്ര അവാർഡ് ഞാൻ അമ്മയുടെ പ്രോഗ്രാം ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എത്ര അവാർഡിനായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നു, എത്ര അവാർഡ് കഴിക്കും നമ്മൾ. ഇപ്പൊ അതിലൊരു വീഡിയോ വൈറലാണ്, മോൾ അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫാണ്. ഇപ്പം മക്കളുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മക്കള് രണ്ടുപേരെയും, എനിക്കൊന്നും അവർക്ക് ആവുന്ന കാലം തൊട്ട് ഇവരെയും കൊണ്ട് ഞാൻ ഓരോ പരിപാടിക്കും. ചിലപ്പം ഡാൻസ് കളിക്കാൻ കൊണ്ടുപോകും, പടം വരയ്ക്കാൻ കൊണ്ടുപോകും, ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോകും, ഇവരെല്ലാം കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരന്മാർ പലവരും പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ മക്കളെ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ ഇതില്ലേ, നിനക്ക് വേറെ ജോലിയില്ലേ, ആളുകൾ കളിയാക്കോടാ നീ ഇങ്ങനെ സ്വന്തം മക്കളെ. ഇപ്പം ഞാൻ ഒരു മക്കളെടുക്കും പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൾ വരച്ച പടം ഞാൻ ഫേസ്ബുക്കിലിടുന്നു, സോഷ്യൽ മീഡിയയിലിടുന്നു. അപ്പോൾ അവർ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നു, അത് അവർക്കൊരു ഇതാണ്. അപ്പം ഞാൻ അന്നൊക്കെ അവരെ കൊണ്ടുപോയി പ്രൈസ് ഒന്നും കിട്ടാതെ ഇവരെ കൊണ്ടുപോയി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ എത്തിയത്. നമ്മൾ കൊടുത്തൊരു പ്രോത്സാഹനമാണ്. എന്നെ എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരന്മാർ കളിയാക്കുന്നത്, ഇവൻ സ്വന്തം മക്കളെ പ്രോത്സാഹനം ചെയ്യുന്നത്. അവിടെ ഞാൻ മാതൃകയാക്കിയത്, ഇപ്പം നരേന്ദ്രമോദിക്കൊരു പ്രൊമോഷൻ ടീമുണ്ട്, ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടെ വിജയിയുടെ കണ്ടില്ലേ, ജയിച്ചത് എങ്ങനെയാണ്, സോഷ്യൽ മീഡിയയിൽ പുള്ളി ബ്രാൻഡ് ചെയ്താണ് പുള്ളി ജയിച്ചേക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ മക്കളും ഞാൻ ഇപ്പൊ അഭിനയിച്ചു, ഞാൻ തന്നെ എഴുതിയിടും, ഞാൻ അഭിനയിച്ചു ഇന്നതാണ് മറ്റാര്. അതാണ് ഞാൻ ഇവരെയൊക്കെയാണ് മാതൃകയാക്കുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളേ ഉള്ളൂ. അത് നമ്മൾ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും. ആ ട്രാക്ക് വരെ നമ്മളൊന്ന് ഓടി നിൽക്കണം. ഇപ്പം ഞാനന്ന് എൻ്റെ മക്കളെ കൊണ്ടുപോയി നടന്നുകൊണ്ടാണ് അവർ ആയത്. നമ്മളിപ്പം ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ആരും നിങ്ങളിപ്പം മക്കൾക്കൊക്കെ നിങ്ങൾ എങ്ങനെ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്ന പല ആളുകളുടെ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ചേട്ടാ, അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം. നമ്മുടെ മക്കൾക്ക് ഇഷ്ടം അവരുടെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളെടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യും, നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റണം. അതെ, ഞാനിപ്പോൾ അവരെ ഇപ്പം ഭയങ്കരമായിട്ട് എനിക്ക് കല്യാണം കഴിച്ചോ ഭയങ്കര സാമ്പത്തിക വീട് വെച്ച് കൊടുക്കാനൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവരെ ഒരു നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്താൻ പറ്റുമെന്ന് എൻ്റെ മക്കളെടുത്ത് പറയുന്നത്. ഞാനെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ സാമ്പത്തിക ഭദ്രതയിലൊക്കെ ഞാൻ ഭയങ്കര എനിക്കില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്ന ഒരാളൊന്നുമല്ല. നമുക്ക് സാമ്പത്തികമല്ല, നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളാണ് വലുത്. അതിനെന്തെങ്കിലും കിട്ടണമെങ്കിൽ പിന്നെ വരുന്നവർ. അപ്പൊ ബിസിനസ്സൊക്കെ തുടങ്ങും, പൊളിയും, വിജയിക്കുക, അതൊക്കെ അതിൻ്റെ കൂടെ വരുന്നത്. അതിൽ നമ്മൾ പ്രശ്നമില്ല. അതൊക്കെ ഇപ്പം നമ്മൾ തന്നെ ബിസിനസ് സ്ട്രഗിൾ ചെയ്ത സമയത്ത് നമ്മൾ ആലോചിക്കാറുണ്ട്, ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്താലെന്നൊക്കെ ഞങ്ങൾ ആലോചിക്കുക, എന്തിനു ചെയ്യുന്നു, അമ്മയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള സോഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കടം വാങ്ങിയ ആൾ 2 പള്ളു വിളിക്കുക, നമ്മൾ കേൾക്കുക, അവരടുത്ത് പറയുക, എൻ്റെ പൊന്നു ചേട്ടാ നമ്മൾ തരും, അല്ലാതെ പറഞ്ഞ ആത്മഹത്യ ഒന്നുമില്ല നമ്മൾ, പക്ഷെ കൊടുക്കും. ആരും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവസരത്തിനനുസരിച്ച് കിട്ടിയ സ്ഥാനത്തിനനുസരിച്ച് പോയാൽ ഉറപ്പായിട്ട് എടുത്താൽ പറ്റും. അതാണ്. എന്തായാലും വളരെ വളരെ സന്തോഷം. ഈ ഒരു എപ്പിസോഡിനെ വളരെ പോസിറ്റീവായിട്ടല്ലോ. ഞാൻ ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ ഒരുപാട് കഥകളിലൂടെ കടന്നുപോയി. ഒരു എൻ്റെ ലൈഫില് ഈ നിമിഷം ഇരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ, ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നു വന്നു ജീവിതത്തില്. അല്ല,
നിങ്ങൾ എൻ്റെ അടുത്ത് തലേദിവസം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഇത് ചേട്ടാ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തോ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല, നമുക്ക് കുറേ അനുഭവങ്ങളേ ഉള്ളൂ പോയി. അതാണ് എനിക്കിപ്പോൾ പല സ്ഥലങ്ങൾ ഇവിടെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പലപ്പോഴും ഞാൻ ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ട് ചില സ്ഥലത്തിന്. അത് അനുഭവമാണ്, നമുക്ക് കാണാൻ പഠിച്ച് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാനല്ലേ പറ്റില്ല. സത്യം, അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഓപ്പൺ ആവാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സത്യം, ഉറപ്പായിട്ടും. ഞാനിങ്ങനെ ഇങ്ങനെ പോഡ്കാസ്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നും കേട്ടോ. ഞാൻ ആദ്യത്തെ ചെറിയ ഇൻ്റർവ്യൂ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു അരമണിക്കൂർ ഗഹനമായ രീതിയിലുള്ള ആദ്യം. ഇപ്പൊ നമ്മളെ 1.5 മണിക്കൂർ നമ്മളിരുന്നു തന്നല്ലേ, വിശ്വസിക്കുക. വളരെ വളരെ സന്തോഷം. കാരണം ഈ കുറച്ച് സമയത്തിനുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക്, ശ്രദ്ധേയമായിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക്, കാരണം സിനിമയുടെ പുറകിൽ നടക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളിലോട്ട് നമ്മൾ സംസാരിച്ചു. എന്തായാലും ഞങ്ങളെ ടൗൺ ഹൗസിലോട്ട് വന്നതിൽ വളരെ സന്തോഷം. അതെ.